പറ്റി പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള 2 വാക്ക്. നമ്മുടെ ഇന്നത്തെ ഒരു അവസ്ഥ, ഈ ഒരു വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ആ ഒരു അവസ്ഥയുടെ പ്രത്യേകത, അതേക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാനാവില്ല. നമുക്കറിയാം, നമ്മളെല്ലാവരും COVID-19 എന്നുള്ള മാരകമായ ഒരു രോഗത്തിൽ നിന്നും രക്ഷ നേടുന്നതിനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ വ്യക്തിപരമായിട്ടും അതുപോലെ നമ്മുടെ കുടുംബവും സമൂഹവും രാജ്യവും എല്ലാം ലോകം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണിത്. അപ്പം ആ ഒരു അവസ്ഥയിൽ നമ്മുടെ കൃഷി രീതിയിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം ആവശ്യമാണോ? അത് ഒന്നാമത്തെ ഒരു ചോദ്യം. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, നമുക്കറിയാം കോവിഡ് മനുഷ്യരാശിക്ക് മാരകമായ ഒരു വിപത്താണെന്ന്. പക്ഷെ അതിനേക്കാൾ മാരകമായ ഒരു ദുരന്തം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതിന്റെ ആഘാതങ്ങൾ നമ്മൾ കുറച്ചു നാളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ സമൂഹത്തിന്, അത് കാർഷിക സമൂഹമാകട്ടെ അല്ലാതെയുള്ള സമൂഹങ്ങളാകട്ടെ, അത് ആസൂത്രണം ചെയ്യുന്ന ആൾക്കാരാകട്ടെ, രാജ്യം ഭരിക്കുന്നവരാകട്ടെ, രാഷ്ട്രീയക്കാരാകട്ടെ, ആരും ആകട്ടെ, അതായത് നമ്മുടെ ഒരു ജനതയുടെ വിവിധമായ മേഖലകൾ വ്യാപരിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഗുരുതരമായ ഒരു അവസ്ഥയെക്കുറിച്ചുള്ള അവബോധം പൂർണ്ണമായും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതായത് ഈ കോവിഡ് എന്നുള്ള മാനവരാശിക്ക് അതീവ മാരകമായ വിപത്തിനേക്കാളും ഏകദേശം 5 ഇരട്ടി ശക്തിയുള്ള ഒരു മഹാവിപത്ത് നമ്മളെ കാത്തിരിപ്പുണ്ട്. അത് ഏകദേശം 2060 5 ഇരട്ടി പ്രഹരശേഷിയോടെ നമ്മുടെ മനുഷ്യകുലത്തിനു മേൽ അത് ആപതിക്കും, അല്ലെങ്കിൽ ഇതിലേക്ക് ദൗർഭാഗ്യകരമായിട്ട് ബാധിക്കും എന്നുള്ള ഒരു പ്രവചനമാണ് നടത്തിയിരിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും പരിചിതനായ നമ്മുടെ കമ്പ്യൂട്ടർ മേഖലയുടെ ഒരു ആഗോളതലത്തിൽ തന്നെ പ്രശസ്തനായ ബിൽ ഗേറ്റ്സും അതുപോലെ തന്നെ യൂറോപ്യൻ ബാങ്കിങ് അതോറിറ്റി, ഇവരാണ് യൂറോപ്യൻ യൂണിയന്റെ ബാങ്കിങ് മേഖലയുടെ അപ്പലേറ്റ് അതോറിറ്റിയാണ്. അപ്പൊ ഇതിൽ ബിൽ ഗേറ്റ്സ് പറഞ്ഞിരിക്കുന്നത്, ഇന്ന് കോവിഡ് ബാധിച്ച എത്ര ആൾക്കാർ നമ്മുടെ ഇടയിൽ നിന്നും അപ്രത്യക്ഷമാകുന്നുണ്ടോ, അതായത് അവർക്ക് മരണം സംഭവിക്കുന്നുണ്ടോ, അതിന്റെ 5 ഇരട്ടിയോളം ആൾക്കാര് ഈ വിപത്ത് കാരണം 2060 ഭൂമുഖത്തൊന്നും അപ്രത്യക്ഷമാകുമെന്ന്. അതുപോലെ ഈ യൂറോപ്യൻ ബാങ്കിങ് അതോറിറ്റി പറഞ്ഞിരിക്കുന്നത്, ഇന്ന് നമ്മുടെ കോവിഡ് കാരണം നമുക്ക് എത്ര ധനനഷ്ടം, സാമ്പത്തിക നഷ്ടം നമ്മുടെ രാജ്യത്തിന്, സമൂഹത്തിന്, ലോകത്തിന് ഉണ്ടാകുന്നുണ്ടോ, അതിന്റെ 5 ഇരട്ടി നഷ്ടമായിരിക്കും അന്ന് വന്നു ഭവിക്കുക എന്നാണ്. അപ്പം ഇത് ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം 2060 എന്ന് പറഞ്ഞാൽ അത്ര വളരെ വിദൂരമായ ഒരു കാലയളവൊന്നും അല്ല. ഒരുപക്ഷെ നമ്മുടെ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ കുട്ടികളാണെങ്കിലും, അതായത് നമ്മുടെ പേരക്കുട്ടികൾ, അവര് ജീവിക്കേണ്ട കാലഘട്ടമാണ് ഈ 2060 എന്ന് പറഞ്ഞ. അപ്പോ
ആ ഒരു കാലയളവിൽ വരാൻ ഭവിക്കുന്ന ഈ മാരകമായ ഒരു വിപത്ത് ഇതെന്താണ്, അതേക്കുറിച്ച് നമുക്ക് നോക്കാം. ഇതാണ് കാലാവസ്ഥ വ്യതിയാനം. അപ്പൊ നമ്മൾ ഒരുപാട് ചർച്ചകളിലും ഒരുപാട് ഡിസ്കഷനുകളിലും നമ്മൾ ഒരുപാട് നമുക്ക് പത്രമാസികകളിലൂടെയും പ്രസിദ്ധീകരണങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കാലാവസ്ഥ വ്യതിയാനം അതേക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ കാലാവസ്ഥ വ്യതിയാനം? ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അത് കാലാവസ്ഥ വ്യതിയാനമാണോ? കാലാവസ്ഥ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചിരിക്കുന്ന കാലാവസ്ഥയിലുണ്ടായ ചെറു മാറ്റങ്ങൾ അത് കാലാവസ്ഥാ വ്യതിയാനമാണോ? യഥാർത്ഥത്തിൽ അത് കാലാവസ്ഥാ വ്യതിയാനമാണോ? നമ്മൾ എല്ലാവരും നമ്മൾ അറിയാതെ തന്നെ ഈ ഒരു മഹാവിപത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണോ? നമുക്കൊന്ന് നോക്കാം. കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞാല് ഭൂമിയിലെ കാലാവസ്ഥയിൽ കാണുന്ന ദീർഘകാല വ്യതിയാനമാണ്. അതായത് അതൊരു ദീർഘകാലയളവിൽ ഭൂമി അതിന്റെ കാലാവസ്ഥയിൽ വരുത്തുന്ന ആ ഒരു അവസ്ഥാന്തരമാണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞാല്. അതായത് ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ വർഷം മഴയുണ്ടായിരുന്നു ഒരു സീസണില്, ഈ വർഷം അതേ സീസണിൽ മഴ നമുക്ക് ലഭിക്കുന്നില്ല. അതുപോലെ കഴിഞ്ഞ വർഷം ഫ്ലഡ് ഉണ്ടായിരുന്നു, ഈ വർഷവും നമുക്ക് ചെറിയ തോതിൽ ഉണ്ടായിരുന്നു, വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ചിലപ്പോൾ അടുത്ത വർഷം ഉണ്ടായെന്ന് വരില്ല. ഇത് നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്നതാണ് എന്ന് തീർത്തും പറയാൻ കഴിയില്ല. കാരണം കാലാവസ്ഥാ വ്യതിയാനം എന്ന് നമുക്ക് അസന്നിഗ്ധമായിട്ട് പറയണമെങ്കിൽ അതിനൊരു ദീർഘകാലത്തിലുള്ള ഒരു വ്യതിയാനം ഉണ്ടായിരിക്കണം. അതായത് 25, 30, 50, 100 വർഷം കൊണ്ട് ഭൂമിയുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന സ്ഥിരമായ മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനം. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ അനുഭവിക്കുന്നതൊക്കെ എന്താണ്? അസ്ഥാനത്തുണ്ടാകുന്ന മഴ, ആ സമയത്തുണ്ടാകുന്ന അല്ലെങ്കിൽ അകാലത്തിലുണ്ടാകുന്ന വരൾച്ച, അതുപോലെ തന്നെ അസമയത്തുണ്ടാകുന്ന വെള്ളപ്പൊക്കം, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമുക്ക് പ്രകൃതി നൽകുന്ന ചില സിഗ്നലുകൾ അഥവാ വാണിങ്ങുകൾ അഥവാ നമ്മുടെ ദുരന്ത സൂചനകളാണ്. അത് നമുക്ക് പ്രകൃതി നൽകുന്ന വാണിങ്ങുകളാണെന്ന് തന്നെ പറയാം. കാരണം മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ട് ഉണ്ടാകുന്ന ഒരു 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 പ്രകൃതി പ്രതിഭാസമാണ് കാലാവസ്ഥാ വ്യതിയാനം. അപ്പം നമുക്കറിയാം, ഭൂമി എന്ന് പറയുന്ന സർവം സഹയാണ്. പക്ഷെ ഒരവസ്ഥയിൽ ഒരു 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 നില വിട്ട് മനുഷ്യൻ പെരുമാറുമ്പോൾ ഭൂമിക്ക് അതിൻ്റെതായ ചില നടപടികൾ, ഭൂമി അതിൻ്റെതായ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിലേക്ക് ഉള്ള സൂചനകളാണ് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന കാലാവസ്ഥയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങൾ. പക്ഷെ ദീർഘകാലം അടിസ്ഥാനത്തിലുള്ള കാലാവസ്ഥകൾ നമ്മൾ അപഗ്രഥനം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. അത് അസന്നിഗ്ധമായ ഒരു സത്യമാണ്. അപ്പം ഈ കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെയൊക്കെയാണ് നമുക്ക് അനുഭവ്യമാകുന്നത്? ഇപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇത് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ശരാശരി ടെമ്പറേച്ചർ. ഇപ്പൊ നമുക്ക് തോന്നും നമ്മുടെ ഇവിടെ 30 ഡിഗ്രി 32 ഡിഗ്രി, അതേസമയം മൈനസ് താപനില ഉള്ള സ്ഥലങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെ ശരാശരി താപനില എടുക്കുമ്പോൾ ഓരോ 10 വർഷം കൂടുമ്പോഴും ഉള്ള ഭൂമിയുടെ ഉപരിതലത്തിലെ ശരാശരി താപനില നോക്കുമ്പോൾ 1880 മുതലുള്ള കണക്കുകൾ 2004 വരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ശരാശരി താപനില 13.82, അതായത് ഒരു 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തില് ആയിരുന്നത് ഇപ്പോൾ ഈ 21ാം നൂറ്റാണ്ടില് എത്രയായിരിക്കുന്നു? 14.59, ഏകദേശം 1 ഡിഗ്രി വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ 1 ഡിഗ്രി വർധനവിന് നമ്മളെ സംബന്ധിച്ചോളം അതിലെന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തും നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കൃഷിയിലോ അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥയിലോ എന്തെങ്കിലും ആത്യന്തികമായിട്ടൊരു വ്യത്യാസം വരുത്താൻ കഴിയുമോ? അത് നമുക്ക് നോക്കാം. നമുക്ക് ഈ 1 ഡിഗ്രി വ്യത്യാസത്തിൽ ഉണ്ടാവുന്ന ഈ
ഊഷ്മാവിലുള്ള അതായത് അന്തരീക്ഷ താപനിലയിലുള്ള ഭൂമിയുടെ ശരാശരി താപനിലയിലുള്ള വർധനവ് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെയൊക്കെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു? നമുക്കറിയാം, ഇപ്പൊ നമ്മൾ നോക്കിയാല് താപതരംഗങ്ങൾ സാധാരണമായിരിക്കും. എന്താ തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ചൂടുകാലത്ത് അത്യുഷ്ണം അനുഭവപ്പെടുക, അതുപോലെ തന്നെ സൂര്യരശ്മിയിൽ അൾട്രാവയലറ്റ് കിരണങ്ങളുടെ ഒരു അതിന്റെ അളവ് കൂടിയിട്ട് അതിന്റെ ഫലമായിട്ട് ശരീരത്തില് പൊള്ളലുകൾ ഏൽക്കുക, അതുപോലുള്ള ചില അവസ്ഥകൾ ഉണ്ടാകുക. അപ്പം ഈ താപതരംഗങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശങ്ങളായ പാലക്കാട് മുതലായ പ്രദേശങ്ങളിൽ മാത്രമാണ് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇത് സർവ്വസാധാരണമായിരിക്കുന്നു. അതായത് അതിന്റെ അർത്ഥം ഒരു സാധാരണക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാല്, ചൂട് സമയത്ത് മാർച്ച് ഏപ്രിൽ മാസങ്ങളില് കഠിനമായ ചൂട് അനുഭവപ്പെടുന്ന സമയങ്ങളില് നിങ്ങൾ പാലക്കാട് പോകണ്ട, തിരുവനന്തപുരത്തോ ആലപ്പുഴയിലോ കോട്ടയത്തോ വെളിയിലിറങ്ങി നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ അനുഭവപ്പെടാം. അതുപോലെ തന്നെ നിങ്ങൾ കുഴഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ശരീരത്തിൽ ത്വക്കിൽ പൊള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോ നമ്മളെ ബാധിച്ചിരിക്കുന്നു. കാരണം പണ്ട് കാലത്ത് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ചൂടുകൂടിയ പ്രദേശങ്ങളിൽ കാണപ്പെട്ടിരുന്ന ഒരു കാലാവസ്ഥാ പ്രതിഭാസം ഇപ്പോൾ എല്ലാ ജില്ലകളിലും നമ്മളിൽ ഓരോരുത്തർക്കും വന്നു ഭവിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് കാലാവസ്ഥാ വ്യതിയാനം. പതുക്കെ പതുക്കെ അതിൻ്റെ കാലുകൾ ഒരു എന്താ പറയുക, ഒരു ഞണ്ടിനെ പോലെ, ഒരു ക്രാബിനെ പോലെ അതിന്റെ കാലുകൾ പതുക്കെ പതുക്കെ വെച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഏകദേശം COVID-19 സമാനമായിട്ട് തന്നെ. പിന്നെ മുമ്പ് കൊടുങ്കാറ്റെന്ന് പറഞ്ഞാൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവനെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. അത് ഒറീസയുടെ തീരപ്രദേശങ്ങളിലുള്ളവർക്ക്, അതുപോലെ തന്നെ ആന്ധ്രയുടെ തീരപ്രദേശങ്ങളിലുള്ളവർക്ക് അവരെ ബാധിക്കുന്ന ഒരു വാർത്തയായിട്ട് മലയാളി പത്രമാധ്യമങ്ങളിൽ വായിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇപ്പോൾ നമ്മള് മഴക്കാലം എത്തിയാൽ, മൺസൂൺ കാലം എത്തിയാൽ നമ്മള് ഉള്ളൊന്ന് കിടുങ്ങും. ആർക്കും, അതായത് കർഷകനാണെങ്കിലും അതുപോലെ തന്നെ കടലിൽ മീൻ പിടിക്കാൻ പോയി ഉപജീവനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളാണെങ്കിലും. ഹലോ, കേൾക്കാമോ? കേൾക്കാം മിസ്സേ, കേൾക്കാം. ഓക്കെ. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇപ്പോൾ കാറ്റെന്ന് കേട്ടാൽ ഉള്ളൊന്ന് ഞടുങ്ങും. കാരണം അത് ഒരു ഒറീസയിലെ ഒരു സാധാരണക്കാരനെയോ ആന്ധ്രയിലെ സാധാരണക്കാരനെയോ തമിഴ്നാട്ടിലെ സാധാരണക്കാരനോ മാത്രമല്ല, നമ്മുടെ കൊച്ചു കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയും ബാധിക്കാം എന്ന് നമ്മൾ വളരെ അടുത്തിടെയാണ് മനസ്സിലായത്. നമുക്കറിയാം 2017 മരുത, അതുപോലെ തന്നെ 2017 ഓഖി, അത് നമ്മുടെ ജീവിത സ്വപ്നങ്ങൾ പലരുടെയും തകർത്തെറിഞ്ഞ ഒരു കൊടുങ്കാറ്റായിരുന്നു. പിന്നെ 2018 ഗജ, ഈ അടുത്തിടയിൽ നിസർഗ 2020. ഭാഗ്യവശാൽ അത് കേരളത്തിലേക്ക് എത്തിയില്ല. പക്ഷെ അടുത്ത വർഷം അങ്ങനെ ആകുമോ എന്നുള്ള, നമ്മൾ സുരക്ഷിതരായിരിക്കുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ അതിന്റെ അർത്ഥം കൊടുങ്കാറ്റുകളും സർവ്വസാധാരണമായിരിക്കുന്നു. ഇനി കടുത്ത നീണ്ട വരൾച്ചകൾ, അതായത് വരൾച്ച വരുമ്പോൾ അതൊരു സർവശാപം എന്ന നിലയിൽ നമുക്ക് കരുതത്തക്കവണ്ണം ഒരു നീണ്ട വരൾച്ചയാണ്. ഒരു തുള്ളി വെള്ളം പോലും, ഒരു തുള്ളി മഴ പോലും നമുക്ക് ലഭിക്കുന്നില്ല. നമ്മുടെ കൃഷിഭൂമി ഉണങ്ങി വരണ്ടു പോകുന്നു. അതായത് പണ്ടൊക്കെ കൃഷിക്കുള്ള ജലമായിരുന്നു ഇല്ലാന്ന്, ഇപ്പോ കുടിവെള്ളം പോലും ഇല്ലാത്ത അവസ്ഥ. പണ്ട് കാലത്ത് സുഭിക്ഷമായി വെള്ളം ലഭിച്ചുകൊണ്ടിരുന്ന കിണറുകൾ പോലും ഇന്ന് വറ്റി വരണ്ട് പോകുന്നു. അത് മറ്റൊരു കാലാവസ്ഥാ പ്രതിഭാസത്തിന്റെ, ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ മറ്റൊരു ദുർഫലമാണ്. ഇനി നമ്മള് ഭൂമിയെ നോക്കുകയാണെങ്കിൽ ധ്രുവപ്രദേശത്തെ ശരാശരി താപനില കഴിഞ്ഞ 100 വർഷങ്ങൾ നോക്കിയാൽ ഏകദേശം ഇരട്ടിയായിരിക്കുന്നു. അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം ഏറ്റവും അധികം അനുഭവപ്പെടുന്നത്
ഭൂമിയിലെ ധ്രുവ പ്രദേശങ്ങളിലാണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇതോ ധ്രുവ പ്രദേശത്ത് അല്പം ചൂട് കൂടി പോയെന്ന് വെച്ചാൽ അവിടെ മനുഷ്യൻ ജീവിക്കുന്നതല്ല, അവിടെ എന്താ പറയുന്ന കുറച്ച് പോളാർ എന്താ പറയുക കരടികളും അങ്ങനെയുള്ള ജീവജാലങ്ങളും ആണല്ലോ. മനുഷ്യന്റെ ആവാസ വ്യവസ്ഥ ഉള്ള ഒരു സ്ഥലമല്ല ധ്രുവ പ്രദേശങ്ങൾ. അപ്പൊ അവിടെ ചൂട് കൂടിയെന്ന് വെച്ച് നമ്മൾ ഭൂഗോളത്തിന്റെ ഇങ്ങേയറ്റത്ത് കിടക്കുന്ന കേരളത്തിൽ നമുക്കതിന് വലിയൊരു പ്രസക്തിയൊന്നും ഇല്ല. അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇതല്ലേ നമ്മൾ വിചാരിക്കുക. പക്ഷെ അങ്ങനെ അല്ല. ഇത് നമ്മളെയും നമ്മുടെ വരാൻ പോകുന്ന തലമുറയെയും ഈ ധ്രുവ പ്രദേശങ്ങളിലെ താപനില വർദ്ധിക്കുന്നത് തീർച്ചയായിട്ടും ബാധിക്കും. കാരണം ധ്രുവങ്ങളിൽ മഞ്ഞുരുകിയാൽ ഇപ്പോൾ നിലവിൽ ഉള്ള ആ താപനിലയിൽ അല്പം കൂടി വർധന ഉണ്ടായി ധ്രുവങ്ങളിൽ മഞ്ഞുരുകിയാൽ നമുക്കറിയാം കടലിനോട് ചേർന്ന് കിടക്കുന്ന മുംബൈ നഗരം ഒരടി വെള്ളത്തിൽ സ്ഥിരമായി ആണ്ടുപോകും. പിന്നെ മറ്റൊന്ന്, അടുത്ത 50 വർഷത്തിനുള്ളിൽ കൊച്ചിയിലെ സമുദ്രനിരപ്പ് ഏകദേശം 87 മില്ലിമീറ്റർ ഉയരാനിടയുണ്ട്. ഇത് ഒരു 7 കൊല്ലം മുമ്പ് നടത്തിയ ഒരു പഠനത്തിന്റെ റിസൾട്ടാണ്. ഈ 87 എന്നുള്ളത് ഈ 50 വർഷത്തിൽ അതിന്റെ നിരക്ക് 10 മടങ്ങ് വർദ്ധിച്ച ഒരു 100 150 മില്ലിമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ യാതൊരു തരത്തിൽ അത്ഭുതപ്പെടാനില്ല. കാരണം ഇപ്രകാരം സമുദ്രനിരപ്പ് ഉയരുന്നതിനുള്ള പ്രധാന കാരണം ധ്രുവങ്ങളിലെ താപനില വർദ്ധിക്കുന്നതാണ്. ഈ താപനില പിടിച്ചുകെട്ടാൻ നിവൃത്തിയില്ലാത്ത ആ ഒരു ഗതിവേഗത്തിൽ വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും വർഷങ്ങളിൽ ഒരു 50 100 വർഷം കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചി എന്ന് പറയുന്ന സ്ഥലം അതായത് കടലിനടിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഓരോ വർഷവും സമുദ്രനിരപ്പ് കൊച്ചിയില് 1.3 മില്ലിമീറ്റർ ആണ് ഉയരുന്നത്. അതായത് 1 മീറ്റർ സമുദ്രനിരപ്പ് ഉയരുകയാണെങ്കിൽ കൊച്ചിയിലെ അനേക ലക്ഷം ചതുരശ്ര കിലോമീറ്റർ സ്ഥലം വെള്ളത്തിന് അടിയിലാവും. കൊച്ചി നഗരം മുഴുവൻ ഇല്ലാതാവും. ഇതാണ് നമുക്ക് ഈ ധ്രുവങ്ങളിൽ മഞ്ഞുരുകുന്നതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ള നമ്മളെ കാത്തിരിക്കുന്ന ഒരു വിപത്ത്. ഇനി മറ്റൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, മറ്റൊരു കാലാവസ്ഥാ പ്രതിഭാസം എന്ന് പറഞ്ഞാല് ചില വർഷങ്ങളിൽ അതിവർഷം നമ്മുടെ നഗരങ്ങളിൽ, നമ്മുടെ ഭാരതത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നു. നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഒരുപാട് മുംബൈയിൽ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ട്. 2005 വർഷത്തിലെ മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇത്. അതുപോലെ തന്നെ കൽക്കത്ത, ബാംഗ്ലൂർ, ചെന്നൈ ഇവിടെയൊക്കെ ഉണ്ടായി. ചെന്നൈയിൽ ഇപ്പം 2 വർഷം മുമ്പുണ്ടായ അതിവർഷത്തിന്റെ കാര്യം നമുക്ക് അറിയാം. അതായത് അപ്രതീക്ഷിതമായി അതിവർഷങ്ങൾ ഉണ്ടാവുന്നു. ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു സൂചനയാണ്. പിന്നെ വെള്ളപ്പൊക്കം ഇപ്പം ഒരു തുടർക്കഥയായിരിക്കുന്നു. എവിടെയുമല്ല, നമ്മുടെ കൊച്ചു കേരളത്തിൽ. അതായത് ഇപ്പൊ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന നിങ്ങൾക്ക് കാണാം, ഈ 3 പടങ്ങൾ ഇതിനകത്ത് കാണാം. ഈ 3 പടവും ഒരേ ലൊക്കേഷനിലെ 3 വർഷത്തെ പടങ്ങളാണ്. 3 വർഷത്തെയാണ്. അതായത് 2018, 19, 2020 ഒരേ പ്രദേശത്തെ പടങ്ങളാണ്. നമുക്കറിയാം ഇത് പ്രസിദ്ധമായ നമുക്ക് ബലിതർപ്പണമൊക്കെ നടത്തുന്ന ആലുവ ശിവക്ഷേത്രമാണ്. ഇത് 3 വർഷങ്ങളില്, അതായത് ഏകദേശം ഓഗസ്റ്റ് മാസത്തില് നമ്മളെ മലയാളിയെ അങ്ങേയറ്റം ബാധിച്ച ഏറ്റവും കടുത്ത വെള്ളപ്പൊക്കം ഉണ്ടായി നമുക്കറിയാം 2018, 2019, 2020. അപ്പൊ ഇത് തുടർക്കഥകൾ. അപ്പൊ ഈ പ്രദേശങ്ങളൊക്കെ ജനവാസ മേഖലയാണ്. നമുക്കറിയാം ഫ്ലാറ്റുകളും ഒക്കെ ഉള്ള ജനസാന്ദ്രതയേറിയ ഒരു പ്രദേശമാണ് ഇത്. അല്ലാതെ നമ്മുടെ ഒരു ഐസൊലേറ്റഡ് ഏരിയ ഒന്നും അല്ല. അപ്പൊ എല്ലാ വർഷവും ഇത് ഒരു തുടർക്കഥയായിരിക്കും. വരും വർഷങ്ങളിലും പണ്ടൊക്കെ നമ്മള് മൺസൂൺ കാലങ്ങൾ എന്ന് പറഞ്ഞാല് കർഷകന് ഉത്സാഹമുള്ള കാലമാണ്. മഴ ലഭിക്കുന്നു, കൃഷിരീതികൾ, നമുക്ക് കൃഷിപ്പണികൾ തുടങ്ങാൻ സമയമായി, ഭൂമി ആകെ ഒന്ന് തണുക്കുന്ന ഒരു സമയം.
പക്ഷെ ഇപ്പോൾ ഓരോ മൺസൂൺ കാലവും ഓരോ കാലവർഷവും മലയാളി ഉള്ളൊരുകിയാണ് ഇപ്പോ വീട്ടിനുള്ളിൽ കിടന്നുറങ്ങുന്നത്. കാരണം ഏത് സമയമാണ് പ്രളയം വരുന്നതെന്ന് അറിയില്ല, ഏത് സമയമാണ് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത് അറിയില്ല, അതായത് ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഏത് സമയത്താണെന്ന് അറിയില്ല. അത് നഗരങ്ങളിലാണെങ്കിലും നാട്ടുമ്പുറങ്ങളിലാണെങ്കിലും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇനി നമുക്കറിയാം മണ്ണിടിച്ചിൽ എങ്ങനെയാണ് ഈ മണ്ണിടിച്ചിലും കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് നമുക്കൊരു എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ബന്ധമുണ്ട്. കാരണം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു സൂചകം എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞു അതിതീവ്രമായിട്ടുള്ള മഴയാണ്. ഈ അതിതീവ്ര മഴ, അതായത് അതിശക്തമായ മഴ, നമുക്ക് അത് ഒരു 1-2 ദിവസത്തിനുള്ളില് നിർത്താത്ത തോരാത്ത മഴ പെയ്യുമ്പോൾ ആ വെള്ളം, ആ ജലം ആഗിരണം ചെയ്യാൻ ഭൂമിക്ക് ശേഷിയില്ലാതായി പോകുന്നു. ഭൂമിക്ക് ഇത് ശേഷിയില്ലാതായി പോകുന്നു. ഭൂതലത്തിന് താഴെയുള്ള പാറക്കെട്ടുകളിലേക്ക് ഈ ജലം ആർന്നിറങ്ങുകയും അതുപോലെ ഈ പാറക്കെട്ടുകൾ വികസിക്കുകയും അങ്ങനെ മണ്ണിടിച്ചിലും പാറ ഉൾപ്പെടെയുള്ള മണ്ണ് ഒരു പ്രദേശം മുഴുവൻ താഴേക്ക് സ്ലൈഡ് ചെയ്തു പോവുകയും ചെയ്താണ് മണ്ണിടിച്ചിൽ അല്ലെ ലാൻഡ് സ്ലൈഡ്, നമ്മള് ഉരുൾപൊട്ടൽ എന്ന് നമ്മൾ പറയില്ലേ, ഉരുൾപൊട്ടൽ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം. അപ്പൊ ഇത് നമുക്കറിയാം. കവളപ്പാറയിൽ 2019, അതുപോലെ തന്നെ പുത്തുമലയിൽ 2019 ഒരുപാട് മനുഷ്യജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു. പെട്ടിമുടിയിൽ ഇപ്പോഴും കണ്ടെത്താൻ കഴിയാതെ തിരച്ചില് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഇത് മണ്ണിടിച്ചിൽ അഥവാ ഉരുൾപൊട്ടലിന് ഈ കാലാവസ്ഥാ വ്യതിയാനം മാത്രമല്ല, അതിന് നമ്മുടെ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരുപാട് മനുഷ്യകാരകമായ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഈ അതിതീവ്ര മഴ പോലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അതിന് ഒരു കാരണമാണ്. അത് വരും വർഷങ്ങളിൽ നമുക്ക് ഒരുപാട് ജീവനുകൾ ഇപ്പോഴും അപഹരിച്ചിട്ടുണ്ട്. ഇനി വരും വർഷങ്ങളിലും ഇത് ഒരുപാട് ജീവഹാനിക്ക് ഇടയാക്കാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. ഇനി പതുക്കെ നമ്മുടെ ആ ഒരു വിഷയത്തിലേക്ക് വരാം. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന് നമ്മളൊന്ന് അല്പ സൂക്ഷ്മമായിട്ട് നമ്മുടെ പ്രകൃതി അഥവാ പരിസരം ഒന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. അതായത് ചെടികൾ പുഷ്പിക്കുന്നത് മാറിയിരിക്കുന്നു. ചെടികൾ പുഷ്പിക്കേണ്ട സമയത്തല്ല ഇപ്പൊ പുഷ്പിക്കുന്നതായിട്ട് കാണുന്നത്. അതുപോലെ കേരളത്തിലും വരൾച്ചകൾ കൂടുന്നുണ്ട്. അതുപോലെ കനത്ത മഴ, ചെറിയ ഇടവേളകൾ, ഇത് പ്രത്യേകിച്ച് കാലവർഷ സമയത്ത് പോലും നമുക്ക് കാണാം. പണ്ട് കാലങ്ങളിൽ തുടർച്ചയായി ഒരു ജൂൺ അവസാനം അല്ലെ മെയ് അവസാനം, ജൂൺ ഒരു ആദ്യപാദം മുതല് നമുക്ക് മഴ ലഭിച്ചുകൊണ്ടിരുന്നു. ജൂൺ ജൂലൈ മാസത്തില്, ഓഗസ്റ്റിലും കുറച്ച് ഓണം ആവുമ്പോഴേക്കും കാലാവസ്ഥ തെളിയുന്നു. അത് കഴിഞ്ഞ് ഓണം കഴിഞ്ഞ് ഒക്ടോബർ ഒക്കെ ആവുമ്പോഴേക്കും അടുത്ത കാലവർഷം നമുക്ക് തുടങ്ങി. ഇതൊരു റെഗുലർ ആയിട്ട് ചിട്ടയായിട്ട് ലഭിച്ചുകൊണ്ടിരുന്നതാണ്. ഈ ഒരു താളം, അതായത് മൺസൂണിന്റെ കാലവർഷത്തിന്റെ ഒരു താളം തെറ്റിയിരിക്കുന്നു. അപ്പോൾ കാലവർഷക്കാലത്ത് പലപ്പോഴും കനത്ത മഴ ചെറിയ ഇടവേളകൾ 2-3 ദിവസം കൊണ്ട് എന്താ പറയാ ഒരു 6 മാസം കിട്ടേണ്ട മഴ മുഴുവൻ നമുക്ക് ലഭിക്കുന്നു. അതിനുശേഷം വരൾച്ച, അതിനുശേഷം വെള്ളമില്ല അല്ലെ മഴയില്ല. അതേസമയം നമ്മൾ ആകെയുള്ള മഴയുടെ കണക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം അത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആകെയുള്ള മഴയുടെ അളവിൽ നമുക്ക് ലഭിക്കുന്നതിൽ വലിയ വ്യതിയാനം ഉണ്ടാകുന്നില്ല. പക്ഷെ കിട്ടിയ മഴ ഇടവേളകൾ കുറഞ്ഞ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലഭിക്കുന്നത് കാരണം ഉണ്ടാകുന്ന വിപത്തുകൾ ഒരുപാട് വലുതാണ്. അത് നമുക്ക് പ്രയോജനം ചെയ്യുന്നില്ല, കൃഷിക്ക് പ്രയോജനം ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾക്ക് അത് ആക്കം കൂടുന്നു. അതുപോലെ തന്നെ കീടരോഗബാധ, ഇത് ഇങ്ങനെയുള്ള ഒരു അതായത് നനവുള്ള കാലാവസ്ഥയും വരണ്ട കാലാവസ്ഥയും ഇടവിട്ട് വരുന്നത് കീടരോഗബാധകൾ കൂടുന്നതിന് ഇടയാക്കുന്നുണ്ട്. പല കീടങ്ങളുടെയും ബ്രീഡിങ്, അതുപോലെ അതിന്റെ പ്രജനനം കൂടുതൽ ത്വരിതഗതിയിൽ ഈ ഒരു സാഹചര്യം കൊണ്ട് നടക്കാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ പുതിയ പുതിയ കീടങ്ങളും രോഗങ്ങളും, നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, നമുക്ക് പരിചയമില്ലാത്ത കീടങ്ങളും
രോഗങ്ങളും ഒക്കെ ആവിർഭവിക്കുന്നു. ഇതും ഒരുപക്ഷെ ഈ കാലാവസ്ഥയിലുള്ള വ്യതിയാനം കൊണ്ട് ആകാം. കാരണം ഈ നമുക്കറിയാം ഇതിന്റെ പ്രജനന രീതിയിലൊക്കെ ഈ ടെമ്പറേച്ചറിനും അതുപോലെ അതായത് അന്തരീക്ഷ ഊഷ്മാവിനും അതുപോലെ തന്നെ ആർദ്രത, ഹ്യൂമിഡിറ്റി നമ്മൾ പറയില്ലേ, ആർദ്ര, ഇതിനൊക്കെ വളരെ കാര്യമായൊരു എഫക്റ്റ് ഉണ്ട്. പിന്നെ സമുദ്രനിരപ്പ് ഉയരുന്നുണ്ട്. അത് നമ്മൾ കൊച്ചിയിലെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ കണ്ടതാണ്. സമുദ്രനിരപ്പ് ഉയരുന്നു. അപ്പൊ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിലും നമുക്ക് വ്യക്തമായിട്ട് കാർഷിക മേഖലയും ബാധിക്കത്തക്ക രീതിയിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഇതൊരു 1931 മുതൽ 2000 വരെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ അനുഭവപ്പെട്ടിരിക്കുന്ന ഒരു ശരാശരി താപനില, ഒരു താപനിലയുടെ ഒരു പിക്ചറാണ്. അതായത് തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട്, കൊച്ചി, ആലപ്പുഴ. നിങ്ങൾക്ക് കാണാം ഇത് 1931 താപനിലയും 2000 താപനിലയും തമ്മിൽ നമ്മൾ എടുക്കുമ്പോൾ, നമ്മൾ നേരത്തെ ഒരു പഠനം കണ്ടു ആഗോളതലത്തിലുള്ള അല്ലെങ്കിൽ ഭൂമിയുടെ ഭൗമ താപനിലയിലുള്ള വ്യത്യാസം. ഇത് നമ്മുടെ ജില്ലകളിലുള്ള താപനിലയാണ്. ഇതിൽ വ്യക്തമായിട്ട് കാണാം ഏകദേശം 1.5 ഡിഗ്രി ടെമ്പറേച്ചർ വർധനമാണ് 2000 വരെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇത് തന്നെ നമ്മൾ ഈ 1.5 ഡിഗ്രി ടെമ്പറേച്ചർ വർധന എന്ന് പറഞ്ഞാൽ നമ്മളെ വിളകളെ സംബന്ധിച്ചോളം വളരെ പ്രാധാന്യമുള്ളതാണ്. പല വിളകളുടെയും ഉൽപാദനം കുറയുന്നതിന് ഇടയാക്കും. അപ്പം കേരളത്തിൽ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ശരാശരി താപനില കൂടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോ ഇതിനകത്ത് ഒരു നീണ്ട കാലത്തിലുള്ള ഒരു 70 കൊല്ലത്തെ ടെമ്പറേച്ചർ ഊഷ്മാവ് കണക്കിലെടുത്തിട്ടാണ് നമ്മളിത് പറയുന്നത്. ഇതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് നമുക്ക് ഉറപ്പിച്ച് പറയാനുള്ള ഒരു സൂചന. അല്ലാതെ നമുക്കിപ്പോ ഈ കഴിഞ്ഞ വർഷത്തെ ടെമ്പറേച്ചറിനേക്കാൾ ഈ വർഷം കൂടി അത് കാലാവസ്ഥാ വ്യതിയാനം നമുക്ക് പറയാൻ പറ്റില്ല. ഒരു നീണ്ട കാലത്തിലുള്ള ഡേറ്റ, ക്ലൈമറ്റ് ഡേറ്റ അല്ലെങ്കിൽ കാലാവസ്ഥ ഡേറ്റ അപഗ്രഥനം ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്നൊരു ഒരു ഫലം നമ്മൾ പറയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും കാലാവസ്ഥാ വ്യതിയാനം ആണ്. ഇതിൽ നമുക്ക് കാണാം ഒരുപാട് അന്തരീക്ഷ ഊഷ്മാവില് വർധനവ് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളെ ഒരുപാട് ദോഷകരമായിട്ട് പല രീതിയിലും ബാധിക്കാൻ ഇടയുണ്ട്, പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ചെടി പൂക്കുന്നത്, അതായത് ചെടിയുടെ പുഷ്പിക്കുന്ന താളത്തിനും വ്യത്യാസം വന്നിരിക്കുന്നു. അതായത് കണിക്കൊന്ന പൂക്കുന്നത് എപ്പോഴൊക്കെയോ, പണ്ട് വിഷുക്കാലത്തിന് മാത്രം പൂത്തിരുന്ന കണിക്കൊന്ന എപ്പോഴൊക്കെയോ പൂക്കുന്നു. അതിന് എപ്പോ പൂക്കണം എന്ന് തോന്നുന്നു അപ്പോഴൊക്കെ പൂക്കുന്നു. അതായത് ഓഗസ്റ്റിൽ പൂക്കുന്നു, ഡിസംബറിൽ പൂക്കുന്നു, ജനുവരി പൂക്കുന്നു, ഫെബ്രുവരി പൂക്കുന്നു, ഏപ്രിലിൽ പൂക്കുന്നു, മെയിലും ജൂണിലും ഇപ്പോഴും പോയാൽ പലയിടത്തും കണിക്കൊന്ന പൂക്കൾ കാണാം. ഇത് പുഷ്പിക്കൽ എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന ഒരു കാലാവസ്ഥയുടെ ഘടകവുമായിട്ട്, പ്രത്യേകിച്ച് അതിന് ലഭിക്കുന്ന സൂര്യകിരണത്തിന്റെ അളവുമായിട്ടും ഒക്കെ, സോളാർ റേഡിയേഷൻ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതിലൊക്കെ പ്രകടമായ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ചെടിയുടെ പുഷ്പിക്കലിനും വ്യത്യാസം വന്നിരിക്കുന്നത്. മറ്റൊരു ചെടിയുടെ കാര്യം നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കാം. ഇടുക്കിയില് നീലക്കുറിഞ്ഞി ആ സമയത്ത് പൂത്തിരിക്കുന്നു. അപ്പം കണിക്കൊന്ന മാത്രമല്ല, കുറിഞ്ഞിക്കും പുഷ്പിതകാലം എപ്പോ പുഷ്പിക്കണമെന്നുള്ള ആ കണക്ക് കൂട്ടൽ തെറ്റിയിരിക്കുന്നു. അതായത് പ്രകൃതിയുടെ താളത്തിനനുസരിച്ചാണ് ഈ സസ്യജാലങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പൊ അവയുടെ താളം പൂർണ്ണമായിട്ടും തെറ്റിയിരിക്കുന്നു. ഇനി നമ്മള് ടെമ്പറേച്ചറിന്റെ കാര്യം അല്ല ഊഷ്മാവിന്റെ കാര്യം പറഞ്ഞു. നമ്മുടെ ഈ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ തെക്കൻ ജില്ലകളിൽ എന്തെങ്കിലും വ്യത്യാസം കാലാവസ്ഥയില് മഴയുടെ അളവിൽ ഉണ്ടായിട്ടുണ്ടോ, മഴയുടെ അല്ലെങ്കിൽ മൺസൂണിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. തീർച്ചയായിട്ടും വ്യത്യാസം വന്നിട്ടുണ്ട്. 84 മുതലുള്ള ഒരു 24 കൊല്ലത്തെ ഡേറ്റ എടുക്കുമ്പോൾ തന്നെ ജൂൺ മാസത്തിലെ മഴ തെക്കൻ ജില്ലകൾ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട മുതലായ തെക്കൻ ജില്ലകളിൽ ജൂൺ മാസത്തെ മഴ നന്നേ കുറഞ്ഞിരിക്കുന്നു. അതേസമയം ഒക്ടോബർ മാസത്തെ മഴ വളരെ കൂടിയിരിക്കുന്നു, സാധാരണ രീതിയിൽ നിന്നും കൂടിയിരിക്കുന്നു. അപ്പൊ ഇതിന് നമ്മളെ സംബന്ധിച്ചോളം ഇത് വളരെ പ്രധാനമാണ്. കാരണം ജൂൺ മാസത്തിൽ നമ്മൾ കൃഷിപ്പണികൾ തുടങ്ങുന്നത് മഴ വരും, നല്ല മഴ കിട്ടും
പ്രത്യേകിച്ച് നെൽകൃഷി പോലുള്ള കൃഷിയിൽ നമുക്ക് ആ മഴ കൃത്യമായിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്കത് വിജയകരമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് മഴയുടെ സ്വഭാവത്തിനും, അതായത് മൺസൂണിന്റെ അതിന്റെയും കാലവർഷത്തിന്റെയും താളം തെറ്റിയിരിക്കുന്നു. അത് കിട്ടേണ്ട മാസങ്ങളിൽ മഴ യഥാർത്ഥം കിട്ടുന്നില്ല. അത് അല്ലാത്ത മാസങ്ങളിൽ അനുചിത നമ്മുടെ എല്ലാ കൃഷി രീതികളും ഈ മഴയുടെ ആ ഒരു നമുക്ക് ലഭ്യതയെ അനുസരിച്ചാണ് നമ്മൾ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കൃഷി രീതികൾ പോലും നമ്മൾ അത് ദോഷകരമായി ബാധിക്കത്തക്ക വിധത്തിൽ മഴയുടെ അളവില് അല്ലെങ്കിൽ ഏതൊക്കെ മാസം മഴ ലഭിക്കുന്നു എന്നുള്ള ആ ഒരു കണക്കിലും ഒക്കെ വ്യത്യാസം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കറിയാം കാലാവസ്ഥാ വ്യതിയാനം നേരത്തെ ഞാൻ പറഞ്ഞു കൊച്ചിയുടെ ഏരിയ എന്ന് പറഞ്ഞു. പക്ഷെ അത് മാത്രമല്ല, കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ ഒരുപാട് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കാൻ ഇടയുണ്ട്. ഏറ്റവും രൂക്ഷമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ കുട്ടനാടിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. സമുദ്രനിരപ്പിൽ നിന്നും താന്നു കിടക്കുന്ന പ്രദേശങ്ങളാണ്, നമ്മുടെ നെല്ലറയാണ്. അതുപോലെ തന്നെ കോൾപ്പാടങ്ങൾ വളരെ വിജയകരമായിട്ട് നെൽകൃഷി ചെയ്യുന്ന പ്രദേശങ്ങളാണ്. ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ട് ഈ കോൾപ്പാടങ്ങൾ ഭാവിയിൽ അവയിലുള്ള ഉൽപാദനം കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ കൈപ്പാട്, അതുപോലെ തീരദേശ ജില്ലകളിലൊക്കെ തന്നെ കടലാക്രമണം, അതുപോലെ കടൽ കയറുന്ന ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട്. ഇനി നമുക്ക് പതുക്കെ കൃഷിയിലേക്ക് വരാം. വിളകളുടെ ഉൽപാദനവും കാലാവസ്ഥാ വ്യതിയാനവും അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും. അതായത് നമ്മളിപ്പോ നേരത്തെ കേരളത്തിലെ ഒരു പഠനം കണ്ടു, ഏകദേശം 1.5 ഡിഗ്രി ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടത്. താപനിലയിൽ 1 ഡിഗ്രി വർധന ഉണ്ടാവുമ്പോൾ ഗോതമ്പ്, ഉരുളക്കിഴങ്ങ്, സോയാബീൻ, നിലക്കടല ഇതുപോലുള്ള വിളകളുടെ ഉൽപാദനം 3 മുതൽ 7% വരെ കുറയാം. ഇത് പഠനങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്നതാണ്. അതുപോലെ തന്നെ നെല്ലിന്റെ ഉൽപാദനത്തിൽ ഒരു 6% കുറവ് ഉണ്ടാകാം. അതായത് കാലാവസ്ഥാ വ്യതിയാനവും തന്മൂലം ഉണ്ടാകുന്ന താപനിലയിലുള്ള വർധനവും, അന്തരീക്ഷ താപനിലയിലുള്ള വർധനവും കാരണം നെല്ലിന്റെ ഉൽപാദനം ഗണ്യമായി കുറയാം. അതായത് നമ്മുടെ മുഖ്യ ഭക്ഷ്യവിളയായ നെല്ലിന്റെ ഉൽപാദനം കുറഞ്ഞാൽ അതിന് എന്തൊക്കെ സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകുന്നത്? നാട്ടിൽ പട്ടിണി ഉണ്ടാകാം. അതായത് നെല്ലിന്റെ ഉൽപാദനം കുറയുമ്പോൾ ലഭ്യത കുറയും. അത് അരി നമുക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുത്തേണ്ടി വരും. അത് ഒരു വലിയ വിഭാഗം ജനതയെ പട്ടിണിയിലേക്ക് നയിക്കാം ഭാവിയിൽ. അപ്പൊ ഇതൊക്കെയാണ് കാലാവസ്ഥാ വ്യതിയാനം കൃഷിയെയും അതുപോലെ നമ്മുടെ ജനജീവിതത്തെയും ബാധിക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ചില പ്രത്യാഘാതങ്ങൾ കൂടെയാണ്. ഇനി നമുക്ക് എങ്ങനെ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ പറ്റും? നമുക്കിതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഭൂമിയെ ഒരു 100 കൊല്ലം മുമ്പുള്ള അവസ്ഥയിലേക്ക്, അതായത് ഈ ഭൂമിയൊക്കെ ഒന്ന് തണുപ്പിച്ച് ടെമ്പറേച്ചറൊക്കെ ഒന്ന് കുറച്ച് പഴയ രീതിയിൽ മൺസൂണും അതുപോലെ കാലവർഷവും ഒക്കെ പഴയ രീതിയിലാകുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ എന്തെങ്കിലും സാങ്കേതിക വിദ്യയുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാല് മനുഷ്യനെ സംബന്ധിച്ചോളം അവന്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാല് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള, ഏറ്റവും കഴിവുള്ള, ഏറ്റവും ശേഷിയുള്ള ഒരു ജീവവർഗമാണ്, ഒരു ജീവിയാണെന്നാണ് മനുഷ്യന്റെ ഒരു സ്വകാര്യമായ അഹങ്കാരം. പക്ഷേ ഈ പ്രപഞ്ചത്തിലുള്ള ഒരു കുഞ്ഞു വൈറസിനേക്കാൾ പോലും അതിനെ പോലും ചെറുക്കാൻ കഴിവില്ലാത്ത, തീരെ കാര്യശേഷി കുറഞ്ഞ ഒരു വർഗമാണ്, ഒരു ജീവവർഗമാണ്, ഒരു ജീവജാലമാണ് മനുഷ്യകുലം എന്നുള്ളത് ഇപ്പോൾ പതുക്കെ മനുഷ്യര് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ നമ്മള് ഈ മറ്റ് ജീവജാലങ്ങളെക്കാളും നമ്മൾ മെച്ചപ്പെട്ടതാണ്. അതുപോലെ തന്നെ പ്രകൃതി നമ്മുടെ കൈപ്പിടിയിലാണ്. ഇങ്ങനെയുള്ള ഒരു അഹന്തകൾ ഭരിച്ചിരുന്ന മനുഷ്യന്റെ പല പ്രവൃത്തികളും കാരണം, അവന്റെ സ്വാർത്ഥത കാരണമാണ് ഈ പ്രകൃതിയിലുണ്ടായ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇനി ഇത് തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഇത് നമുക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഇനി ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഇതുമായിട്ട് താരതമ്യം പ്രാപിച്ച് ജീവിക്കുക, ഇത് കുറയ്ക്കുക. ഇനി കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്ന കാരണങ്ങൾ കുറയ്ക്കുക, നമ്മുടെ ജീവിതശൈലിയിൽ അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്തുക, അതുമായിട്ട് താരതമ്യം പ്രാപിച്ച് ജീവിക്കുക. ഇത് തന്നെയല്ലേ നമ്മൾ കോവിഡിനെതിരെയും ചെയ്യുന്ന. ഇപ്പം ഒരു വാക്സിൻ വരുന്നവരെയും നമ്മൾ അത് തന്നെയല്ലേ ചെയ്യാൻ പോകുന്നത്. ഇതും
അങ്ങനെ തന്നെയാണ്. അതായത് നമുക്ക് ചില സാങ്കേതിക വിദ്യയിലാണെങ്കിലും അതുപോലെ കൃഷി രീതികളിലാണെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തി ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ ഉൾക്കൊണ്ട് അതുമായിട്ട് താരതമ്യം പ്രാപിച്ചു മാത്രമേ ഇനിയുള്ള ലോകത്ത് മനുഷ്യവർഗത്തിന് ജീവിക്കാൻ കഴിയുള്ളൂ. അതായത് നമുക്ക് വേണ്ടത് ഈ ഊഷ്മാവിലെ മാറ്റം നമ്മളിപ്പോ കണ്ടു. കേരളത്തിലെ ടെമ്പറേച്ചർ വ്യത്യാസം കണ്ടു. അതുപോലെ തന്നെ നമ്മൾ ഗ്ലോബൽ ടെമ്പറേച്ചർ, ഭൂമിയുടെ താപനിലയിലുള്ള വ്യത്യാസം കണ്ടു. അതുപോലെ തന്നെ മഴയിലുണ്ടാകുന്ന വ്യത്യാസം കണ്ടു. അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങളിൽ നല്ല വിളവ് തരുന്ന ഇനങ്ങൾ, അതാണ് നമുക്ക് ഇനിയും വികസിപ്പിച്ചെടുക്കേണ്ടത്. അതായത് വെറുതെ ഒരു വിള, നല്ല വിളവ് തരുന്ന ഒരു വിള വികസിപ്പിച്ചതിൽ കാര്യമല്ല. ചൂടേറിയ കാലാവസ്ഥയിൽ 1 ഡിഗ്രി ടെമ്പറേച്ചർ അടുത്ത ഒരു 20 കൊല്ലം 30 കൊല്ലത്തിനകം ഉണ്ടായാലും അതിൽ ആ ചൂടേറിയ കാലാവസ്ഥയിൽ നല്ല വിളവ് തരുന്ന ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ ഈ ഇനങ്ങളുടെ വിത്തുകൾ കൃഷിക്കാർക്ക് ലഭ്യമാക്കണം. അതൊന്ന്. അതുപോലെ തന്നെ വരൾച്ചയെ പ്രതിരോധിക്കുന്ന ഇനങ്ങൾ, അതായത് മഴയിലുണ്ടായ വ്യത്യാസം നമ്മൾ കണ്ടു. അപ്പം വരൾച്ച സുനിശ്ചിതമാണ്. അപ്പൊ ഈ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഇനങ്ങളും കഴിയുന്നത്ര വരൾച്ചയെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ളവയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ വിളനാശത്തിന് നമുക്ക് കീഴ്പ്പെട്ടു പോകാതിരിക്കാൻ കഴിയും. അതുപോലെ തന്നെ വരൾച്ചയെ പ്രതിരോധിക്കുന്ന കൃഷി രീതികൾ നമ്മൾ അനുവർത്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ നമ്മുടെ കൃഷി രീതിയുടെ ഒരു ഭാഗം തന്നെ ആക്കണം. ഇപ്പൊ നമ്മളതൊരു പ്രത്യേകമായിട്ടാണ് കാണുന്നത്. കൃഷിയുമായിട്ട് യോജിപ്പിച്ചല്ല നമ്മൾ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, കൃഷിയിടത്തിൽ തന്നെ എല്ലാ വിധത്തിലുള്ള മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് കിഴങ്ങ് വർഗ്ഗങ്ങളിലേക്ക് വരാം. ഞാൻ പറഞ്ഞു, കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അഹന്തയ്ക്ക് പ്രകൃതി നൽകുന്ന ഒരു പ്രഹരമാണ്. പക്ഷെ ഈ പ്രഹരത്തിലും പ്രകൃതി ചില നിധികൾ മനുഷ്യന് കണ്ടെത്താനായിട്ട്, മനുഷ്യന് ഉപയോഗിക്കാനായിട്ട് സൂക്ഷിച്ചു വെച്ച്. പ്രകൃതിക്ക് നമ്മളോട് അത്രയ്ക്ക് വലിയ വൈരാഗ്യമൊന്നും ഇല്ല. പ്രകൃതി അമ്മയാണ്, സർവസഹയാണ്. കുറച്ചൊക്കെ മനുഷ്യന് എന്തെങ്കിലും ഗുണം ഉണ്ടാകണം, അവൻ നന്നാകണം എന്നുള്ള ആഗ്രഹം ഉള്ള ആളാണ് പ്രകൃതി മാതാവ്. അപ്പൊ ആ പ്രകൃതി കരുതലോടെ സംരക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു വിളയാണ് കിഴങ്ങുവർഗ വിളകൾ. അപ്പൊ ഈ കിഴങ്ങുവർഗ വിളകൾക്ക് എന്താണ് പ്രാധാന്യം? കിഴങ്ങുവർഗ വിളകൾക്ക് എന്താണ് പ്രാധാന്യം? അതായത് ഇന്നത്തെ ഒരു അവസ്ഥയിൽ, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു അവസ്ഥയിൽ കിഴങ്ങുവർഗ വിളകൾ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്നവയാണ്. കാരണം ഈ വിളകളിൽ വിളനാശ സാധ്യത തുലവും കുറവാണ്. അതായത് കാലാവസ്ഥാ വ്യതിയാനത്തെ വിജയകരമായിട്ട് പ്രതിരോധിച്ച് നമുക്ക് നമ്മുടെ വിശപ്പടക്കാനുള്ള ഉൽപ്പന്നം തരാൻ ശേഷിയുള്ള ഒരു അത്ഭുത വിളയാണ് കിഴങ്ങുവർഗ വിളകൾ. ഇവയ്ക്ക് വിളനാശ സാധ്യത കുറവാണ്. അതുപോലെ തന്നെ ഇതിന് കാരണം എന്തുകൊണ്ടാണ് വിളനാശ സാധ്യത കുറവെന്ന് പറഞ്ഞാൽ അതിന് കുറേ അധികം കാരണങ്ങളുണ്ട്. അവയ്ക്ക് കുറെ ഫിസിയോളജിക്കലായിട്ടുള്ള, അതുപോലെ അതിന്റെ ഘടനാപരമായ ചില പ്രത്യേകതകളുണ്ട്. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, വിവിധ കാർഷിക കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ ഈ കിഴങ്ങുവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാൻ അനുയോജ്യമാണ്. ഇപ്പൊ നമുക്കറിയാം, എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് നെല്ല് കൃഷി ചെയ്യാൻ പറ്റില്ല. പക്ഷെ കിഴങ്ങുവർഗ വിളകൾ അങ്ങനെയല്ല. നമ്മൾ കേരളത്തിൽ കൃഷി ചെയ്യുന്നത് പോലെ തന്നെ തമിഴ്നാട്ടിൽ കൃഷി ചെയ്യുന്നു, ആന്ധ്രാപ്രദേശിൽ കൃഷി ചെയ്യുന്നു. അങ്ങ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ചേന പോലുള്ള വിളകൾ വളരെ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതായത് വിവിധ കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ കൃഷി ചെയ്യാൻ അനുയോജ്യം. പിന്നെ ഇവയിലെ അന്നജമാണ് പ്രധാനമായ ഒരു ഘടകം എല്ലാ കിഴങ്ങുവർഗ വിള. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ അധികം കഴിക്കരുതെന്നൊക്കെ പറയുന്നത്. അന്നജമാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ ഈ അന്നജത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അതായത് അന്നജം എന്ന് പറഞ്ഞാല് മനുഷ്യ ശരീരത്തിന് കൂടുതൽ ഊർജം നൽകുന്ന ഒരു പോഷക ഘടകമാണ്. അപ്പൊ ഊർജം, പട്ടിണി സഹിക്കുന്ന ഒരാൾക്ക് ഊർജം നൽകി അവനെ എഴുന്നേറ്റ് നിൽക്കുവാൻ സഹായിക്കുന്ന ഒരു വിളയാണ് കിഴങ്ങുവർഗ വിള. അപ്പൊ ഈ അന്നജ സമ്പുഷ്ടമായ ഈ കിഴങ്ങുവർഗ്ഗങ്ങൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, പട്ടിണി ഒരുപാട് വ്യാപകമായി അനുഭവപ്പെടുന്ന ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിലും ഏറ്റവും പോപ്പുലറാണ്, ഏറ്റവും ഏറ്റവും പോപ്പുലറായിട്ട് അവര് കൃഷി ചെയ്യുന്ന ഒരു വിളയാണ്. കാരണം അതിന് പട്ടിണി അകറ്റാൻ ഏറ്റവും അനുയോജ്യം
കിഴങ്ങുവർഗ വിളകൾ തന്നെ. പിന്നെ ഇവയ്ക്കുള്ള മറ്റൊരു പ്രധാന ഒരു ഗുണം എന്ന് പറഞ്ഞാല് പ്രതികൂല സാഹചര്യങ്ങളില് പല കിഴങ്ങുവർഗങ്ങൾക്കും നമ്മളിപ്പോ നട്ടു, കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ അതൊരു സുഷുപ്താവസ്ഥയിലേക്ക്, അതിന് നമ്മൾ പറയും ഡോർമൻസി എന്ന് പറയുന്നു, അതിലേക്ക് പോകും. അത് കഴിഞ്ഞ് പിന്നെ അതിന് അനക്കമൊന്നുമില്ല. പക്ഷെ അത് നശിച്ചിട്ടില്ല, ഉണങ്ങിപ്പോയിട്ടില്ല, അത് വളർന്ന് പുറത്തേക്ക് വരില്ല. അതൊരു സുഷുപ്താവസ്ഥയാണ്. അനുകൂല സാഹചര്യത്തിൽ മാത്രം അതിന്റെ വളർച്ച തുടരുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഡോർമൻസിയിലേക്ക് പോയി നമ്മൾ വിത്ത് നട്ടാലും അത് ചിലപ്പം പ്രതികൂല കാലാവസ്ഥയാണ്, ഡോർമൻസിയിലേക്ക് പോയി പിന്നെ അനുകൂല സാഹചര്യത്തിൽ നമുക്ക് അത് വളർന്ന് അതിന്റെ വളർച്ച തുടരുന്നതാണ്. അപ്പൊ അതും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുവാൻ പര്യാപ്തമാണ്. പിന്നെ ഭക്ഷ്യയോഗ്യമായ ഭാഗം മണ്ണിനടിയിലാണ്. മണ്ണിന് മുകളിലാകുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം, വരൾച്ച, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സൂര്യപ്രകാശം ഏറ്റുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, അതിന്റെ ഇലകൾ കൊഴിഞ്ഞു പോകുന്ന, കരിഞ്ഞു പോകുന്ന, ഇങ്ങനെയുള്ള ഒക്കെ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉൽപാദനത്തിനെ ബാധിക്കില്ല. കാരണം ഇതിന്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗം മണ്ണിനടിയിൽ സുരക്ഷിതമാണ്. ഇനി നമുക്ക് നമ്മുടെ കിഴങ്ങുവർഗ വിളകൾ ഇന്നത്തെ വിഷയമായ കാച്ചിൽ, ഇപ്പൊ നിങ്ങൾക്ക് കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ട്. അതിന്റെ പ്രാധാന്യം ഇന്ന് നമ്മള് അഭിമുഖീകരിച്ചിരിക്കുന്ന COVID-19 തന്നെ പ്രാധാന്യത്തോടെ നമ്മൾ കൊടുക്കേണ്ട ഒന്നാണ് കിഴങ്ങുവർഗ വിളകൾ എന്ന് എനിക്ക് ഏകദേശം ഒന്ന് വ്യക്തമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ പ്രധാന നമ്മൾക്ക് ചർച്ചാ വിഷയമായിട്ടുള്ള കിഴങ്ങുവർഗ വിളകൾ കാച്ചിൽ, ചേമ്പ്, ചേന. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഭക്ഷ്യയോഗ്യമായ കാച്ചിൽ ഇനങ്ങൾ ഒരുപാടുണ്ട്. അതിൽ തന്നെ പ്രമുഖമായിട്ട് കൃഷി ചെയ്യുന്ന കാച്ചിൽ ഇനങ്ങൾ, കൃഷി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ ആദ്യത്തെ 3 നമുക്ക് കൃഷി ചെയ്യുന്നതാണ്. 4ാമത് പറഞ്ഞത് അത്രയ്ക്ക് വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന ഒന്നല്ല. അതായത് ഊതവർണ്ണ കാച്ചിൽ, അതിന് പറയുന്നത് വെള്ളക്കാച്ചിൽ എന്ന് പറയും. ഊതവർണ്ണ കാച്ചിൽ എന്ന് പറഞ്ഞാൽ അതിന് ഒരു വയലറ്റ് കളറാണ്, ഏകദേശം ഒരു പിങ്കിഷ് വയലറ്റ് കളറാണ് ഊതവർണ്ണ കാച്ചിൽ എന്നാണ് അതിന് പറയുന്നത്. അല്ല വെള്ളക്കാച്ചിൽ, വാട്ടർ യാം എന്നുള്ള രീതിയിൽ. അത് ഇംഗ്ലീഷിൽ അതിന് ഗ്രേറ്റർ യാം എന്ന് പറയും. കാച്ചിലിന്റെ ഡയസ്കോറിയ അലേറ്റ എന്ന് പറയുന്ന ഒരു ഇനമാണത്. പിന്നെ രണ്ടാമത്തേത് നമ്മുടെ നനകിഴങ്ങ്, ചെറുകിഴങ്ങ്, ചെറുവള്ളിക്കിഴങ്ങ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന ലെസർ യാം അല്ലെങ്കിൽ ഡയസ്കോറിയ എസ്കുലന്റ. മൂന്നാമത്തേത് ആഫ്രിക്കൻ കാച്ചിൽ അല്ലെ വെളുത്ത കാച്ചിൽ, അതിന് വൈറ്റ് യാമെന്നോ ആഫ്രിക്കൻ കാച്ചിലെന്നോ ഒക്കെ പറയാം, ഡയസ്കോറിയ റോട്ടൻഡേറ്റ. പിന്നെ ഒരെണ്ണം ഉണ്ട് മേൽക്കാച്ചിൽ അഥവാ ഉരുളക്കിഴങ്ങ് കാച്ചിൽ, ഇതിനെ ഏരിയൽ യാം, പൊട്ടറ്റോ യാം എന്നൊക്കെയാണ് പറയുന്നത്, ഡയസ്കോറിയ ബൾബിഫ്ലോറ. അപ്പൊ ഇതാണ് ഭക്ഷ്യയോഗ്യമായ കാച്ചിൽ. കാച്ചിലിൽ ഒരുപാട് ഇനങ്ങളുണ്ട്, പലതും ഭക്ഷ്യയോഗ്യമല്ലാത്തതും അതുപോലെ തന്നെ ഒരുപാട് മെഡിസിനൽ വാല്യൂ, അതായത് ഔഷധ ഗുണമുള്ളതുമായിട്ടുള്ള ഇനങ്ങളാണ് പലതും, മിക്കതും. പക്ഷെ അതിൽ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള, അതിൽ പ്രധാനമായിട്ടും നമ്മൾ കേരളത്തിൽ കൃഷി ചെയ്യുന്നത് ഗ്രേറ്റർ യാമ, ലെസർ യാമ, ആഫ്രിക്കൻ യാമ, ഇത്രയാണ്. ഇനി ചേമ്പ് വർഗ്ഗങ്ങൾ, ചേനയും ചേമ്പ് വർഗ്ഗങ്ങൾ. ചേന നമുക്കറിയാം വളരെ സുപരിചിതമാണ്, ചേനയ്ക്ക് പകരം വെക്കാൻ മറ്റൊന്നുമില്ല. പിന്നെ ചേമ്പെന്ന് പറയുമ്പോൾ നമുക്ക് 2 തരത്തിലുള്ള ചേമ്പ് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട്. ഒന്ന് സാധാരണ ചേമ്പ്, നമ്മൾ കൊളക്കേഷ്യ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിന് ടാരോ എന്ന് പറയും, കൊളക്കേഷ്യ എസ്കുലന്റ. പിന്നൊന്ന് പാൽച്ചേമ്പ് അഥവാ ശീമച്ചേമ്പ്, അതിന് ടാനിയ എന്നുള്ള ഒരു ഓമന പേരിലാണ് ഇംഗ്ലീഷിൽ വിളിക്കുന്നത്, സാന്തോസോമ സാജിറ്റിഫോളിൻ. രണ്ടും കണ്ടാൽ ഏകദേശം ഒരുപോലെ ഇരിക്കുമെങ്കിലും അത് തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട്. പിന്നൊന്നുള്ളത് ചതുപ്പു ചേമ്പ്, അത് ഇന്ത്യൻ സ്വാമ്പ് ടാരോ എന്ന് പറയും, ചതുപ്പില് വളരുന്ന ചേമ്പ്. ഈ ചതുപ്പി വളരുന്ന ചേമ്പ് തന്നെ വളരെ ഒരു ഭീമൻ, ഒരു വലിയ ഒരു അവസ്ഥയിലുണ്ട്. ഒരു ആന സൈസുള്ള ഒരു ചേമ്പുണ്ട്, അത് ഭീമൻ ചതുപ്പ് ചേമ്പ് എന്നാണ് പറയുന്നതിന്, ജയന്റ് സ്വാമ്പ് ടാരോ. അപ്പൊ ഇതാണ് നമ്മള് കാച്ചിൽ, ചേമ്പ്, ചേന എന്നീ കിഴങ്ങ് വിളകളില് വിവിധ തരത്തിലുള്ള കിഴങ്ങ് വിളകൾ. നമുക്കിത് ഓരോന്നും ഓരോ പടം നമുക്ക് നോക്കാം. ഇത് ഊതവർണ്ണക്കാച്ചിൽ, വെള്ളക്കാച്ചിൽ അല്ലെ ഗ്രേറ്റർ യാമാണ്. നമുക്കറിയാം അതിനൊരു ചെറിയ പർപ്പിൾ കളറുണ്ട്, അല്ലെ ഒരു വയലറ്റ് കളറുണ്ട്. ഇത് നനകിഴങ്ങ്, ചെറുകിഴങ്ങ്, ചെറുവള്ളിക്കിഴങ്ങ്. ഇനി ഇത് ആഫ്രിക്കൻ കാച്ചിലാണ്. ഇത് വെളുത്ത കാച്ചിലെന്ന് പറയുന്നുണ്ട്. വെളുത്തക്കാന്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗം വെളുത്ത നിറമാണ്.
ഇനി മേൽക്കാച്ചിൽ എന്ന് പറഞ്ഞ ഉരുളക്കിഴങ്ങ് കാച്ചിലിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ അതിന്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗം അത് ചെടിയിലാണ് കാണുന്നത്. ഇങ്ങനെ ചെടിയില് ചെറിയ ഉരുളക്കിഴങ്ങിന്റെ കിഴങ്ങ് പോലെ അത് തൂങ്ങി കിടക്കും. അങ്ങനെ നമുക്ക് കാണാം. അതിനെ കൊണ്ട് ഉരുളക്കിഴങ്ങ് കാച്ചിലെന്നും പറയല്ലേ, മേൽക്കാച്ചിലെന്നും പറയാം. അതിന് ഏരിയൽ യാം എന്നാണ് പറയുന്നത്. അതിന്റെ മലയാളം നമുക്ക് മേൽക്കാച്ചിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ചേന, എല്ലാവർക്കും സുപരിചിതമായ ഒരു കിഴങ്ങുവർഗ വിളയാണ് ചേന. ഇനി ചേമ്പ്, ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചേമ്പെന്ന് പറയുന്ന സാധാരണ ചേമ്പ് അഥവാ ടാരോ. അപ്പൊ ഈ അതുപോലെ തന്നെ മറ്റൊരു ചേമ്പാണ് പാൽച്ചേമ്പ്. അപ്പൊ ഇത് തമ്മിൽ പ്രകടമായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇലകൾ അല്പം കൂടെ വലുതാണ്. പിന്നെ നമ്മൾ അതിന്റെ ആ തണ്ട് ഭാഗം നമ്മൾ നോക്കിയാല് അത് ഈ പാൽച്ചേമ്പിലാണെങ്കിൽ അത് ഈ ഇലകളുടെ അഗ്രഭാഗത്തായിരിക്കും, ഈ ഒരു ഭാഗത്തോട്ടായിരിക്കും അറ്റാച്ച് ചെയ്യുന്നത്. മറ്റേതിലാണെങ്കിൽ ഏകദേശം നടുക്ക് ആയിരിക്കും അതിന്റെ ഈ തണ്ട് വന്ന് നിൽക്കുന്നത്. പിന്നെ ഇലകൾക്ക് ഒന്നുകൂടെ ഒരു എന്താ പറയുന്ന ത്രികോണാകൃതിയുണ്ട്. വലിപ്പം മറ്റേ അതും നല്ല രീതിയിൽ നമ്മൾ വളമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇതേ സൈസ് തന്നെ വരും. പക്ഷെ ഈ ഇലകളുടെ അറ്റാച്ച്മെന്റ്, പെറ്റിയോളുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ആണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ചതുപ്പ് ചേമ്പ്, നമുക്ക് ചതുപ്പ് പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന ചേമ്പാണ്. അത് പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് നമ്മളെ മറ്റു രാജ്യങ്ങളിൽ, ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഈ ചതുപ്പ് ചേമ്പ് നൈജീരിയയിലും മറ്റും വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഇത് ഭീമൻ ചതുപ്പ് ചേമ്പ്, അതായത് ഒരാൾ നിന്ന ആളിനേക്കാളും പൊക്കത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് കിഴങ്ങ് കിട്ടുന്നതാണ്. ഇനി നമുക്ക് കാച്ചിൽ, ചേമ്പ്, ചേന വർഗങ്ങളുടെ സാമ്പത്തിക പ്രാധാന്യം എന്താണെന്ന് പറയാം. ഇപ്പൊ ഇതിന് എന്തെങ്കിലും ഏത് വിള കൃഷി ചെയ്താലും നമുക്ക് അതിന് എന്തെങ്കിലും ഒരു സാമ്പത്തിക ലാഭം, അതായത് ഭക്ഷ്യവസ്തു എന്നുള്ള നിലയിൽ മാത്രമല്ലാതെ, ഭക്ഷ്യവസ്തു എന്നുള്ള നിലയിൽ അതിന് പ്രാധാന്യമുണ്ട്. അതുകൂടാതെ ചില സാമ്പത്തിക പ്രാധാന്യങ്ങളുണ്ട്. കാരണം കാച്ചിലിൽ നമുക്കറിയാം സാപ്പോണിൻ, സാപ്പോജനിൻ, അതൊക്കെ ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട്. ഇവ പലതരത്തിലുള്ള മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. പലതരത്തിലുള്ള കാച്ചിൽ, ഞാൻ പറഞ്ഞു, ഒരുപാട് ഔഷധ ഗുണമുള്ള കാച്ചിൽ ഇനങ്ങളുണ്ട്. അപ്പൊ ഇവയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളൊക്കെ മരുന്ന് ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നു. പിന്നെ ചേമ്പിൽ നിന്നുള്ള മാവ്, ബിസ്ക്കറ്റ്, ഫ്ലേക്സ്, പുഡിങ് ഇവയൊക്കെ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഇനി ചേമ്പ്, അതുപോലെ തന്നെ ഈ കാച്ചിൽ, ചേമ്പ്, ചേന വിഭവങ്ങളുടെ മാവിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇവയില് നമ്മുടെ ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. അത് ഗോതമ്പൊക്കെ കഴിക്കുന്നവർക്ക് ചിലപ്പോൾ അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് അവരത് ഗോതമ്പ് കഴിച്ചിട്ടുണ്ട്, ഗോതമ്പടങ്ങിയ ആഹാരം കഴിക്കുമ്പോൾ അവർക്ക് വയറിന് അസ്വസ്ഥത ഉണ്ടാകുകയും അതുപോലെ തന്നെ സ്കിന്നിന്, അതായത് ത്വക്കിന് ചില രോഗങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യും. ചിലർക്കത് വളരെ ഗുരുതരമായുള്ള അവസ്ഥയിലേക്ക് പോവും. ഇതിന് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉള്ള ആൾക്കാർക്ക് ചപ്പാത്തി മുതലായ സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഒന്നുകിൽ മറ്റ് നമ്മൾ ചെറുധാന്യങ്ങൾ കൊണ്ട് ഉള്ള ഉപയോഗിക്കാം. പക്ഷെ എന്നാലും അതിന്റെ മാവ് അത്ര ശരിയാവില്ല, അതിന് നമുക്ക് ചപ്പാത്തി പരത്താനൊക്കെ ബുദ്ധിമുട്ടാണ്. അതേസമയം ചേമ്പിൽ നിന്നുള്ള മാവ് മറ്റ് മാവുകളൂടെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്, ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ട് തന്നെ. അത് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ബിസ്ക്കറ്റ്, ഫ്ലേക്സ്, പുഡിങ് ഇതൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചേമ്പിൽ നിന്നൊരു ശിശു ആഹാരം ഉണ്ടാക്കുന്നുണ്ട്, അത് ടാരോ ലാക്റ്റിൻ, അത് വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചേമ്പിൽ നിന്നുള്ള സ്റ്റാർച്ച് ഉപയോഗിച്ച ആൽക്കഹോള്, പിന്നെ നമ്മളെ ഹൈ ഫ്രക്ടോസ് സിറപ്പ്, അതുപോലെ ജൈവികമായി വിഘടിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചേനയുടെ ഔഷധ ഗുണം എല്ലാവർക്കും അറിയാം. ആയുർവേദത്തിലും പ്രകൃതി ചികിത്സയിലും ഒക്കെ ചേന നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു വിളയാണ്. പിന്നെ ഒരുപാട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഈ കിഴങ്ങുവർഗ വിളകളിൽ നിന്ന്, ചേനയിൽ നിന്നും മറ്റു ടാരോയിൽ നിന്നൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇനി എന്റെ ഭക്ഷ്യമൂല്യം നോക്കിയാൽ കാച്ചിൽ ഇനങ്ങൾ അന്നജവും പ്രോട്ടീനും വളരെ കൂടുതലാണ്. അതുപോലെ വൈറ്റമിൻ എ, സി ഇതുമായിട്ട് സമ്പുഷ്ടമാണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കിഴങ്ങുവർഗ വിളകളെ പറ്റി പറയുമ്പോൾ അതിൽ അന്നജം കൂടുതലുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ കാച്ചിൽ ഇനങ്ങളിൽ പ്രോട്ടീനും കൂടുതലുണ്ട്. അപ്പൊ ഏകദേശം അത് നമുക്ക് ബാലൻസ്ഡ് ആണ്, അതായത് ഒരു സന്തുലിത ആഹാരമാണെന്ന് തന്നെ പറയാം. പട്ടിണി അകറ്റാൻ മാത്രമല്ല നമ്മുടെ ആരോഗ്യം നിലനിർത്താനും ഈ കാച്ചിൽ ഇനങ്ങൾ നമുക്ക് സഹായിക്കും എന്നുള്ളത് മനസ്സിലാവും. അതുപോലെ വൈറ്റമിൻ എയും സിയും
അതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോ ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് വൈറ്റമിൻ സിയുടെ ഒരു പ്രാധാന്യം നമുക്കറിയാം. വൈറ്റമിൻ സി ഈ വൈറൽ അസുഖങ്ങളെയൊക്കെ പ്രതിരോധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പൊ കോവിഡ് പോലുള്ള രോഗസാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ ഈ കാച്ചിൽ ഇനങ്ങൾ ഈ വൈറ്റമിനുകളാൽ സമ്പുഷ്ടമാണ്. പിന്നെ ചേന, ചേമ്പ് വർഗ്ഗങ്ങളും അന്നജം, വിറ്റാമിനുകൾ, ധാതുക്കൾ ഇവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ചേനയിൽ സാധാരണ ധാതുക്കളെ കൂടാതെ പൊട്ടാസ്യം, കാൽസ്യം, വൈറ്റമിൻ എ, ബി ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പച്ചക്കറികൾ മാത്രമല്ല, അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പച്ചക്കറികൾ മാത്രമല്ല, ഈ രീതിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുന്നതും നമ്മുടെ ആരോഗ്യത്തെ, പ്രത്യേകിച്ച് നമുക്ക് രോഗപ്രതിരോധ ശേഷി ഏറ്റവും അധികം ആവശ്യമായ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആഹാരത്തിൽ ഇവയൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് വളരെ പ്രയോജനം ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഇതെങ്ങനെ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നു? അതിന്റെ ഒരു പൊതുവായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിന് ചില സുഷുപ്താവസ്ഥയിൽ പോകുന്നു, പിന്നെ അതുപോലെ തന്നെ അതിന് ഏത് കാലാവസ്ഥയിലും വളരാനുള്ള, കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് ഏത് കാലാവസ്ഥയിലും വളരാനുള്ള ചില ശേഷികളുണ്ട്. ഇത് കൂടാതെ നമ്മൾ ഒരു കാച്ചിൽ, ചേമ്പ്, ചേന വർഗ്ഗങ്ങൾക്ക് കാലാവസ്ഥാ വ്യതിയാനത്തെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും? ഇതില് ഒന്നാമത്തെ കാര്യം തന്നെ വരൾച്ച പ്രതിരോധ ശേഷി. ഇതിൽ പ്രത്യേകിച്ച് കാച്ചിൽ വർഗ്ഗങ്ങൾക്ക് നല്ല വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. പിന്നെ വെള്ളക്കെട്ടിനെയും പ്രതികൂലമായ മണ്ണിന്റെ അവസ്ഥയും പ്രതിരോധിക്കാൻ, ഉദാഹരണം നമുക്ക് ലവണാംശം കലർന്ന മണ്ണ്, അതായത് ഓര് കലർന്ന മണ്ണ്, അതുപോലെ തന്നെ വെള്ളക്കെട്ട്, ഇതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് ഉള്ള നമ്മൾ നിലവിലുള്ള കൃഷി ചെയ്യുന്ന വിളകളിൽ ഏകദേശം ഒന്നെന്ന് പറയാൻ പറ്റുന്നത് ചേമ്പാണ്, അല്ലെങ്കിൽ ചേമ്പ് വർഗത്തിൽപ്പെട്ട ചതുപ്പ് ചേമ്പ് അല്ലെങ്കിൽ ചേമ്പ് ആണ്. മറ്റൊരു വിളയ്ക്കും ഈ വെള്ളക്കെട്ടിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല. പിന്നെ നമ്മൾ വെള്ളത്തിൽ തന്നെ കൃഷി ചെയ്യുന്ന നെല്ലും, പിന്നെ അതുപോലെ നമ്മൾ കമേഴ്സ്യലായിട്ട് കൃഷി ചെയ്യുന്ന താമര, ഇത് രണ്ടും ഉള്ളൂ. അപ്പം അതിലൊന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വിളകൾക്ക്, ചേമ്പ്, കാച്ചിൽ, ചേന, ഈ വർഗത്തിൽപ്പെട്ട കിഴങ്ങുവർഗ വിളകൾക്ക് ഉയർന്ന ഊഷ്മാവിലും മെച്ചപ്പെട്ട ഉൽപാദനം, അതാണ് നമുക്ക് വേണ്ടത്. അതായത് പ്രത്യേകിച്ച് ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടില്ല എങ്കിൽ പോലും ഇവയ്ക്ക് ജനിതകമായിട്ട് തന്നെ ഉയർന്ന ഊഷ്മാവിൽ മെച്ചപ്പെട്ട ഉൽപാദനം നൽകുവാൻ ശേഷിയുണ്ട്. ഇവയ്ക്ക് തനതേ തന്നെ ശേഷിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വിളകളാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ വിളകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എപ്പോഴും ഒരു ചർച്ചാ വിഷയമാവുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അത് ഹരിതഗൃഹവാതകമാണ്. അത് ഭൂമിയുടെ ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്ദ്രത എന്നും കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് പല വിളകളിലും കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്ദ്രത കൂടുന്നതുകൊണ്ട് ഉൽപാദനം കുറവാണ് ഉണ്ടാകുന്നത്. ചില വിളകളിൽ ഉൽപാദനം അല്പം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് സാന്ദ്രതയോടൊപ്പം തന്നെ ഊഷ്മാവും കൂടെ വർദ്ധിക്കുമ്പോൾ അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്ത് വിളയ്ക്ക് ഉൽപാദനം കുറയാനാണ് സാധ്യത. അതേസമയം ഈ കിഴങ്ങ് വർഗ വിളകൾ, പ്രത്യേകിച്ച് ചേന, ചേമ്പ്, കാച്ചിൽ വർഗത്തിൽപ്പെട്ടവ ഉയർന്ന അന്തരീക്ഷ കാർബൺ ഡൈ ഓക്സൈഡ് സാന്ദ്രതയിലും അതിന്റെ ഒപ്പം തന്നെ ഉയർന്ന ഊഷ്മാവിലും, ഇത് രണ്ടും കൂടെ ചേർന്ന അവസ്ഥയിലും ഉയർന്ന ഉൽപാദനം തരാൻ ശേഷിയുണ്ട്. അപ്പൊ നമുക്ക് പറയാം, ഇവ ഭാവിയിൽ നമ്മുടെ പട്ടിണി അകറ്റുന്ന വിഭവങ്ങളായിട്ട് തന്നെ, അതായത് വിളകളായിട്ട് തന്നെ മാറും. പിന്നെ വേറൊരു ഇതിനുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാല് തണലിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമാണ്. ഈ വിളകളൊക്കെ തന്നെ കാച്ചിലാണേലും ചേനയാണേലും ഒക്കെ നമുക്ക് തണലിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമാണ്. അപ്പൊ അതിന് നമുക്ക് എന്താണ് അതുകൊണ്ടുള്ള ഒരു ഗുണം? നമ്മുടെ ഒരു ക്രോപ്പിംഗ് സിസ്റ്റം, കേരളത്തിന്റെ തനത് ഒരു വിള സമ്പ്രദായത്തിലേക്ക് നമുക്ക് ഇതിനെ എളുപ്പത്തിൽ കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ പുരയിടങ്ങളിൽ നമുക്ക് കൃഷി ചെയ്യാൻ അനുയോജ്യമായ ആണ്. അതുപോലെ തന്നെ സ്ഥലപരിമിതിയുള്ള കേരളത്തില് ഇടവിളയായിട്ട് കൃഷി ചെയ്യാനായിട്ട്, അതായത് വാഴക്കിടയിലാണെങ്കിലും അതുപോലെ തെങ്ങിൻ തോപ്പിലാണെങ്കിലും ഇടവിളയായിട്ട് കൃഷി ചെയ്യാൻ ഇത് തയ്യാറാണ്. അതായത് ഏത് രീതിയിലും കൃഷി ചെയ്യപ്പെടാൻ ഞങ്ങൾ തയ്യാറാണെന്നാണ് ഈ വിളകൾ നമ്മളോട് പറയുന്നത്.
ഞങ്ങളെ കൂടുതലായിട്ട് ഞങ്ങളെ സ്വായത്തമാക്കൂ, ഞങ്ങളെ കൃഷി ചെയ്യൂ, നിങ്ങളുടെ കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള അത്ഭുത വിളകളാണെന്നാണ് ഈ കിഴങ്ങുവർഗ്ഗ വിളകൾ നമ്മളോട് പറയുന്നത്. അപ്പം അവർ പറയുന്ന അവരുടെ സ്വരം നമ്മൾ തീർച്ചയായിട്ടും കേൾക്കണം. ഇനി നമുക്ക് ഓരോ വിളയെയും കാലാവസ്ഥാ വ്യതിയാനത്തെ എങ്ങനെ അതിജീവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ചേമ്പിനെ സംബന്ധിച്ചോളം വളരെ വിസ്തൃതിയുള്ള ഇലകളാണ്. അപ്പൊ ഇലകൾ വിസ്തൃതിയാകുക എന്ന് പറയുന്നതിന് അതിന് കൂടുതൽ നമുക്ക് പ്രകാശ സംശ്ലേഷണത്തിന് അതിന് സഹായിക്കുന്നു. കൂടുതൽ അന്നജം ഉൽപ്പാദിപ്പിക്കാനായിട്ട് വളരെ ഫലവത്തായിട്ട് നമ്മുടെ വെയിൽ അല്ലെങ്കിൽ സൺലൈറ്റ് അതിനെ ഈ ചെടിയിലേക്ക് സ്വാംശീകരിക്കാനായിട്ട് ഈ വിസ്തൃതിയുള്ള ഇലകള് ചേമ്പിനെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇത് വെള്ളക്കെട്ടിനെ പ്രതിരോധിക്കുന്നു. എങ്ങനെയാവ ഈ ചേമ്പ് വെള്ളക്കെട്ടിനെ പ്രതിരോധിക്കുന്നത്? ചേമ്പിനെ സംബന്ധിച്ചുള്ള അതിനൊരു രഹസ്യമുണ്ട്. ഈ രഹസ്യം കാരണമാണ് വെള്ളക്കെട്ടിനെ പ്രതിരോധിക്കുന്നത്. ആ രഹസ്യം എന്താണെന്ന് വെച്ചാൽ ചേമ്പിന്റെ തണ്ടില് ചില പ്രത്യേക തരത്തിലുള്ള കലകളുണ്ട്. അതിന് ഏരൻ കൈമ കലകളാണ്. അതായത് ഇവ വായു നിറച്ച കലകളാണ്, വായുവിനെ ഉൾക്കൊള്ളുന്ന വായു നിറഞ്ഞ കലകളാണ് ഏരൻ കൈമേറ്റസ്. അപ്പൊ ഈ വായു നിറഞ്ഞ കലകളുള്ള ഏരൻ കൈമേറ്റസ് ടിഷ്യൂസ് ഈ ചേമ്പിന്റെ തണ്ടിലുള്ളത് കാരണം ഇതിന്റെ വേരുഭാഗം, ആ ഭാഗം താഴ്ഭാഗം അല്പം വെള്ളക്കെട്ടുണ്ടെങ്കിൽ പോലും അതിന് ആവശ്യമായ വായു അല്ലെങ്കിൽ പ്രാണവായു ലഭിക്കുന്നു, ഓക്സിജൻ ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഇതിന് വെള്ളക്കെട്ടിനെ പ്രതിരോധിക്കാൻ കഴിയും. സാധാരണഗതിയിൽ പച്ചക്കറികളോ അങ്ങനെയൊക്കെയുള്ള നമ്മൾ വെള്ളത്തിലായി കഴിഞ്ഞാൽ ഉടനെ ആദ്യം തന്നെ സംഭവിക്കുന്നത് വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഓക്സിജൻ സപ്ലൈ ഇല്ലാതായി വരിക, പിന്നെ അങ്ങനെ അത് മുകളിലേക്ക് അതിന് എയർ കിട്ടാതെ അങ്ങനെ പലതരത്തിലുള്ള വസ്തുക്കളൊക്കെ എന്താ പറയുന്ന വിഷവസ്തുക്കളൊക്കെ മണ്ണിൽ തന്നെ ഉണ്ടാവുകയും അത് ചെടിയെ ബാധിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ചേമ്പ് ചെറിയ തോതിൽ വരൾച്ചയും ചേർക്കുന്നു. വലിയ തോതിലൊന്നും പറയുന്നില്ല, പക്ഷെ ചെറിയ തോതിൽ വരൾച്ചയും ചേർക്കുന്നുണ്ട്. ഇനി ശീമച്ചേമ്പിനെ സംബന്ധിച്ചോളം നേരത്തെ പറഞ്ഞു പാൽച്ചേമ്പ് അഥവാ ശീമച്ചേമ്പ്. ഇതിന് ചേമ്പിനേക്കാളും കൂടുതൽ വരൾച്ച പ്രതിരോധ ശേഷിയുണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചേമ്പിനെ അപേക്ഷിച്ച് ഇത് കൂടുതൽ കാലം നമുക്ക് സംഭരിച്ചു വെക്കാം. അപ്പൊ ഇന്നത്തെ ഈ കെട്ടകാലത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഈ കാലയളവിൽ ഒരു ഉൽപ്പന്നം കൂടുതൽ കാലം സംഭരിച്ചു വെക്കാം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. കാരണം എന്തെന്ന് വെച്ചാല് അനവസരത്തിൽ മഴയുണ്ടാവുമ്പോൾ നമ്മളെ ഉൽപ്പന്നം വിളവെടുപ്പിന് ശേഷം ഉടനെ തന്നെ നമ്മൾ അത് വിൽക്കുകയോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അത് വേഗം തന്നെ നമ്മളത് ഒരു വിത്തായിട്ട് ഉപയോഗിക്കുകയോ ചെയ്തില്ലെങ്കിൽ അത് നശിച്ചു പോകുന്ന ഒരവസ്ഥയാണെങ്കിൽ അത് ഈ കാലത്തിന് നമുക്ക് സ്യൂട്ടബിൾ ആണ്, അനുയോജ്യമാണെന്ന് പറയാൻ കഴിയില്ല. അതേസമയം കൂടുതൽ കാലം നമുക്ക് സുരക്ഷിതമായിട്ട് സംഭരിച്ചു വെക്കുമെങ്കിൽ നമുക്ക് പറയാം ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഈ കാലയളവില് ഈ നൂറ്റാണ്ടില് അത് ഏറ്റവും അനുയോജ്യമായ ഒരു വിളയാണെന്ന്. പിന്നെ അതുപോലെ തന്നെ ഈ ശീമച്ചെമ്പിന് കൂടുതൽ രോഗകീട പ്രതിരോധ ശേഷി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ചേമ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞു, വെള്ളക്കെട്ടിനെ പ്രതിരോധിക്കുന്ന അത്യാവശ്യം വലിയ ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലാതെ നിൽക്കുന്ന ചേമ്പാണ് വെള്ളത്തിൽ നിൽക്കുന്നത്. ഇനി ചതുപ്പ് ചേമ്പ്, അത് തീർച്ചയായിട്ടും വെള്ളക്കെട്ടിനെ പ്രതിരോധിക്കുന്നു. അത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൃഷി ചെയ്യുന്നത് തന്നെ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, ഉപ്പ് വെള്ളത്തിൽ അല്ലാതെ ഓരോ വെള്ളത്തിലും ലവണാംശമുള്ള മണ്ണിൽ നന്നായിട്ട് വളരും. അതായത് നമ്മുടെ കായൽ പ്രദേശങ്ങളിലെ കായലിനോട് ചേർന്നുള്ള ബ്രാക്കിഷ് ആയിട്ടുള്ള ലവണാംശമുള്ള ഉപ്പ് രസമുള്ള ജലമുള്ള കായൽ പ്രദേശങ്ങളിലൊക്കെ അതിനോട് ചേർന്ന് വളർത്തുവാൻ അനുയോജ്യമായ ഒരു വിളയാണ്. പിന്നെ ചേനയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാല് ചേന എല്ലാ വിധത്തിലുള്ള കാലാവസ്ഥകളിലും നമുക്ക് കൃഷി ചെയ്യാം. അതിനൊരു വൈവിധ്യമായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ റേഞ്ച് തന്നെയുണ്ട്. 15 മുതൽ 30 വരെ ശരാശരി ടെമ്പറേച്ചറിൽ അതിൽ ഒരു പ്രശ്നവും കൂടാതെ ചേന കൃഷി ചെയ്യും. സാധാരണ വിളകൾക്കൊക്കെയാണ് നമ്മൾ ധാന്യങ്ങൾക്കൊക്കെ പറയുന്ന ഇത് ഒരു 5-6 ഡിഗ്രിയെ അത് അനുയോജ്യമായ 2 ടെമ്പറേച്ചർ തമ്മിൽ ഒരു വിടവല്ല ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. പക്ഷെ ചേനയെ സംബന്ധിച്ചോളം ഒരു വൈവിധ്യമായ പ്രത്യേകിച്ച് ഊഷ്മാവിൽ വളർത്താൻ, അതിന്റെ കാലാവസ്ഥയിൽ വളർത്താനായിട്ട് അനുയോജ്യമായ ഒരു വിളയാണ് ചേന. പിന്നെ ഇതിന്റെ പ്രത്യേകത പ്രതികൂല സാഹചര്യങ്ങൾ സുഷുപ്താവസ്ഥയിലേക്ക് ഡോർമൻസിയിലേക്ക് മാറുമെന്ന് നമുക്കറിയാം. സാധാരണ നമ്മൾ എപ്പോഴാണ് ചേന നടുന്നത്? കുംഭത്തിലാണ് നടുന്നത്. പക്ഷെ അത് മുളയ്ക്കുമ്പം അത് മെയ് ജൂണിൽ മഴ കിട്ടുമ്പോഴാണ് അത് മുളയ്ക്കുന്നത്. പ്രതികൂല സാഹചര്യമാണെങ്കിൽ ഈ ഡോർമൻസി നീണ്ടുപോകാനുള്ള, മഴ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അത് പിന്നെയും അത് നീണ്ടുപോകാനുള്ള
സാധ്യതയുണ്ട്. അതേസമയം ഈ സുഷുപ്താവസ്ഥ അഥവാ ഡോർമൻസി ഇല്ലാത്തൊരു വിളയാണെങ്കിൽ എന്താ സംഭവിക്കുക? അത് തീർച്ചയായിട്ടും അത് മുളച്ചു വരുമ്പോൾ വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയാണെങ്കിൽ അത് നശിച്ചു പോകാൻ ഇടയുണ്ട്. അപ്പൊ നമുക്ക് പറയാം ചേനയും കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ സാധ്യതയുള്ള ഒരു വളരെ മേന്മയുള്ള ഒരു വിളയാണ്. ഇനി വെള്ളക്കാച്ചിലിന്റെ നോക്കിയാൽ വെള്ളക്കാച്ചില് കിഴങ്ങുവർഗ വിളകളിൽ ഏറ്റവും അധികം വരൾച്ചയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു ഇനമാണ്, ഒരു വർഗമാണ് ഊദവർണ്ണക്കാച്ചിൽ അഥവാ ഗ്രേറ്റർ യാം ഡയസ്കോറിയാലേറ്റ വെള്ളക്കാച്ചിൽ എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഇത് കൂടുതൽ കാലം സംഭരിച്ച് വെക്കാം. ഇനി നനകിഴങ്ങ് അല്ലെ ചെറുകിഴങ്ങ് എന്നൊക്കെ പറയുന്ന ഡയസ്കോറിയ എസ്കുലന്റ് അഥവാ ലെസർ യാം എന്ന് പറയുന്ന കാച്ചില് അത് മണ്ണിനടിയിൽ കൂടുതൽ കാലം അതിന് നിൽക്കാൻ ഒരു ശേഷിയുണ്ട്. അതായത് അതിന്റെ മുകൾ ഭാഗം മുഴുവൻ നശിച്ചു പോയാലും മണ്ണിനടിയിൽ ഈ വിഭവങ്ങൾ വളരെ അതിന്റെ ഉൽപ്പന്നം വളരെ സുരക്ഷിതമായിട്ട് ഇരിക്കുക. അതുപോലെ ഇതിനൊരു പ്രകൃതിയായുള്ള പുനരുജ്ജീവന ശേഷിയുണ്ട്. നാച്ചുറൽ റീജനറേഷൻ കപ്പാസിറ്റി എന്ന് പറയും. പ്രകൃതിയായുള്ള ഒരു പുനരുജ്ജീവന ശേഷി ഈ നനകിഴങ്ങിന് ഉണ്ട്. അതായത് മുകൾ ഭാഗം നശിച്ചു പോയി കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് നമുക്കറിയാം അത് വള്ളി ഉണങ്ങി പോവുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ അനുകൂല കാലാവസ്ഥയിൽ പിന്നെ അത് മുളച്ചു വരാനുള്ള ഒരു ശേഷി ഉണ്ട്. ഇനി ആഫ്രിക്കൻ കാച്ചിൽ ഇത് നല്ല സമൃദ്ധമായിട്ട് വളരുന്നു. അതുപോലെ തന്നെ ഈർപ്പമുള്ളതോ വരണ്ടതോ ആയ കാലാവസ്ഥയ്ക്ക് ഇത് വളരെ അനുയോജ്യമാണ്. ഇനി മേൽക്കാച്ചിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിവിധ തരം മണ്ണിൽ വളരുന്നു. പിന്നെ ഇതിന് നീണ്ട മഴക്കാലം അനുയോജ്യമാണ് മേൽക്കാച്ചിലിന്. അതായത് നമുക്കറിയാം ഇന്ന് ചിലപ്പം ചില വർഷങ്ങളിൽ മഴ തുടങ്ങിയാൽ അത് നീണ്ടുപോകുന്നതായിട്ട് കാണാം. അപ്പൊ സാധാരണ വിളകൾക്കൊന്നും ആ ഒരു സമയത്ത് നമുക്ക് പച്ചക്കറികൾ പോലുള്ള വിളകൾക്ക് അത് ദോഷമാണ്. പക്ഷെ എന്നാൽ ഇത് മേൽക്കാച്ചിലിന് ഇങ്ങനെയുള്ള ഒരു വർഷപാതത്തിൽ ഉണ്ടാകുന്ന ഒരു അനുയോജ്യത ശരിക്കും ഒരു എന്താ പറയുന്ന സ്വാഭാവികമായ ഒരു പ്രകടനം ഇതിന് അനുകൂലമാണ് യഥാർത്ഥത്തില്. ഇനി നമുക്ക് മാറുന്ന കാലാവസ്ഥയിൽ നമുക്ക് കൃഷി രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ? ഇപ്പൊ നമ്മൾ മാറുന്ന കാലാവസ്ഥയെ കുറിച്ച് കണ്ടു, കിഴങ്ങുവർഗ വിളകളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി, അവ നമുക്ക് പ്രകൃതി നൽകുന്ന വരദാനങ്ങളാണ്, ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാനുള്ളതെന്ന് മനസ്സിലായി. അപ്പൊ ഈ മാറുന്ന കാലാവസ്ഥയിൽ നമുക്ക് ഏതെങ്കിലും കൃഷി രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ? അത് നമുക്ക് എല്ലാ തരത്തിലുള്ള കൃഷി രീതിയിലും മാറ്റങ്ങൾ നമ്മൾ വരുത്തണം. ഇപ്പൊ ഞാൻ പറയുന്നത് ഈ മേൽപ്പറഞ്ഞ നമ്മുടെ വിഷയത്തിലുള്ള ഒരു വിളകളെ മാത്രം അതുമായിട്ട് മാത്രം ബന്ധപ്പെട്ട രീതിയിൽ ആണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നിലമൊരുക്കല്, നടീൽ രീതികള്, ഇനങ്ങള്, വളപ്രയോഗം, കളനിയന്ത്രണം, പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഉൽപാദനാനന്തര പ്രവർത്തനങ്ങള്, ഉൽപ്പന്ന മൂല്യവർദ്ധന, ഇതിലൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്തണം. ഇതിലൊക്കെ ഉള്ള സാധ്യതകൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഈ മാറുന്ന കാലാവസ്ഥയില് നമ്മൾ ആ രീതിയിൽ വേണം കൃഷി ചെയ്യാനും. ഉദാഹരണമായിട്ട് നിലമൊരുക്കൽ. നമ്മളിപ്പോ ഈ വിഷയത്തിൽ പറഞ്ഞ കിഴങ്ങുവർഗ്ഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഉറച്ച മണ്ണ് അനുയോജ്യമല്ല. കാരണം അതിന്റെ ഉൽപ്പന്നം മണ്ണിനടിയിലാണ്. അതേസമയം നമ്മൾ മണൽ കലർന്ന മണ്ണ് ആ രീതി അങ്ങനെയുള്ള മണ്ണിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ വിളകളൊക്കെ തന്നെ ഏതു തരം മണ്ണിലും വലിയ പ്രശ്നമില്ലാതെ വളരുന്നവയാണ്. മിതമായ നിലമൊരുക്കൽ മതി. അതായത് മണൽ കലർന്ന മണ്ണിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ ഒരുപാട് നമ്മൾ കിളച്ച് അതിനെ ആഴം കൂട്ടി വലിയൊരു നിലമൊരുക്കല് വേണ്ടി വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ വിളകളൊക്കെ കൃഷി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലുള്ള മരച്ചിനി പോലുള്ള വിഭവങ്ങൾ ചെരിവുള്ള പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുമ്പോൾ ഭൂമിയുടെ ചെരിവിന് കുറുകെ തട്ടുകളായിട്ട് തിരിച്ച് കണ്ടൂർ ബണ്ടുകൾ ഒരുക്കിയിട്ട് വേണം നിലമൊരുക്കാന്. ഇനി ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇത്രയും നേരം ഞാൻ ഇവിടെ പല കിഴങ്ങുവർഗ വിളകളുടെയും ഗുണങ്ങളെ കുറിച്ചും അവയുടെ മേന്മയെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇനി ഇവയ്ക്ക് ഒരു ചെറിയ അത് കിഴങ്ങുവർഗ വിളകളുടെ ദോഷമൊന്നും കാണാൻ പറ്റില്ല. ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് ഈ വർഗത്തിൽപ്പെട്ട വിളകളുടെ ദോഷമല്ല, അത് കൈകാര്യം ചെയ്യുന്ന കൃഷി ചെയ്യുന്ന മനുഷ്യൻ അശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ ഈ വർഗത്തിലുള്ള വിളകൾ, കിഴങ്ങുവർഗ വിളകൾ കൃഷി ചെയ്യുമ്പോൾ മണ്ണൊലിപ്പിന് കാരണമാകുകയും മണ്ണ് നഷ്ടപ്പെടുകയും വരാനുള്ള അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ട്. അതായത് നമുക്ക് പറയാം, പ്രത്യേകിച്ച് മരച്ചീനി പോലുള്ള വിളകളൊക്കെ അതായത് മണ്ണൊലിപ്പിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന, അതിനെ എന്താ പറയുന്ന കൂടുതൽ അതിനെ അനുകൂലിക്കുന്ന, അതിനെ സാഹചര്യം ഉണ്ടാക്കുന്ന വിളകളാണ്. അപ്പൊ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ
ഇത് മനസ്സിൽ വേണം. ഇവയ്ക്ക് നല്ല പ്രയോജനം ഉണ്ടെങ്കിലും നമ്മൾ അശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ചെരിവുള്ള പ്രദേശങ്ങളിൽ ഒരിക്കലും ഭൂമിയുടെ ചെരിവിന് നേരെ ചെരിവിനോടൊപ്പം കൃഷി ചെയ്യരുത്. നമ്മൾ പല ഭാഗങ്ങളിലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഹൈ റേഞ്ച് ഏരിയയിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ, നിങ്ങൾ കപ്പയൊക്കെ നട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. പലപ്പോഴും ചെയ്യുന്നത് ചെരിവിനേക്കാണ് കൃഷി ചെയ്യുന്നത്. അതായത് ചെരിവിന് കുറുകെയല്ല. അങ്ങനെയല്ല കൃഷി ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് ഇത് ഇങ്ങനെയാണ് ഈ കണ്ടൂർ ബണ്ടുകൾ ഒരുക്കേണ്ടത്. ചെരിവിന് കുറുകെ തട്ടായിട്ട് തിരിച്ച് ആ തട്ടിൽ വേണം കിഴങ്ങുവർഗ വിളകൾ കൃഷി ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ചേമ്പ്, ചേന, അതുപോലെ തന്നെ മരച്ചീനി, ഇങ്ങനെയുള്ള വിളകൾ. ഇതാണ് കണ്ടൂർ കൃഷി. ഇങ്ങനെ തട്ടായിട്ട് കൃഷി ചെയ്യണം. അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറെ നാൾ കഴിയുമ്പോഴേക്ക് ഈ പ്രദേശങ്ങളിലെ മണ്ണൊഴുകി പോകുന്നതിനും ഭാവിയിൽ അവിടെ ചിലപ്പോൾ മണ്ണൊലിപ്പോ മണ്ണിടിച്ചിലോ ഉണ്ടാകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാവില്ല. ഇനി ഇതിൽ ആദ്യത്തെ നടീൽ രീതി. ഈ കിഴങ്ങുവർഗ വിളകളിൽ ഏറ്റവും അനുയോജ്യമായ നടീൽ രീതി എന്ന് പറഞ്ഞാൽ കൂനകള്, അതുപോലെ തന്നെ വരമ്പുകളാണ്. കഴിയുന്നതും നമ്മുടെ നിരപ്പായ പ്രതലം നടീലിന് തിരഞ്ഞെടുക്കാതിരിക്കും. നിരപ്പായ, അതായത് നമ്മൾ സാധാരണ പച്ചക്കറികൾക്കൊക്കെ എടുക്കുന്നത് പോലെ ഉള്ള വെറും തടം എടുത്തോ അങ്ങനെ കിഴങ്ങുവർഗ വിളകൾ നടാതിരിക്കുക. വരമ്പുകള് അല്ലെ കൂനകൾ എടുത്തിട്ട് വേണം നടാന്. കാരണം ഇതിന് മണ്ണിനടിയിലാണ് ഇതിന്റെ ഉൽപ്പന്നം, ഒരു ബൾക്കിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യം ഇങ്ങനെയുള്ള നടീൽ രീതിയാണ്. അതുപോലെ കാച്ചിൽ, ചേന, ഇവയ്ക്ക് വെള്ളക്കെട്ട് അത്ര അത് പ്രിഫർ ചെയ്യുന്നില്ല. അതുകൊണ്ട് അത്ര അനുകൂലമുള്ളതല്ല. അതുകൊണ്ട് അവയ്ക്ക് വെള്ളം വാർന്നു പോകാനുള്ള ചാലുകൾ എടുക്കണം. പിന്നെ അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു ചേനയില്, ഹലോ കേക്കാമോ? ഹലോ, ഓക്കെ. ഇപ്പൊ നമ്മൾ ചേന, ഞാൻ പറഞ്ഞു ചേനയുടെ ഒരു ഗുണമായിട്ട് ഞാൻ പറഞ്ഞു, അതിന് ചില അൺഫേവറബിൾ ആയിട്ടുള്ള, അതായത് അത്ര കാലാവസ്ഥ അത്ര സുഖകരമല്ലാത്ത അസുഖകരമായ കാലാവസ്ഥയിൽ അതൊരു തരം സുഷുപ്താവസ്ഥയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് ചിലപ്പോൾ നമുക്ക് ദോഷമായിട്ട് വരും. എന്താന്ന് വെച്ചാൽ ഇത് നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മുളയ്ക്കത്തില്ല. കുറെ നാള്, ഇപ്പൊ ഒരു 2-3 മാസം കഴിഞ്ഞാലും ചിലപ്പോൾ മുളയ്ക്കാതിരിക്കുന്ന ഒരു അവസ്ഥ വരും. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡോർമൻസി മുറിക്കുന്നതിനായിട്ട് നടീൽ വസ്തു നമുക്ക് തയോ യൂറിയ, ഇത് കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം അവര് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നതാണ്. തയോ യൂറിയ 200 മില്ലിഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, അല്ലെ പൊട്ടാസ്യം നൈട്രേറ്റ് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി മുക്കി വെച്ചിട്ട് നടാവുന്നതാണ്. അപ്പം അധികം അത് ഒരുപാട് നാൾ അത് ഡോർമെന്റ് ആയിട്ട് ഇരിക്കത്തില്ല. നട്ട് ഏകദേശം ഒരു 30-45 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് മുളച്ചു തുടങ്ങും. അപ്പൊ അങ്ങനെയുള്ള നടീൽ രീതികളിൽ നമ്മൾ ചെറിയ വ്യത്യാസങ്ങൾ, നമ്മൾ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് കാച്ചില്, നമുക്കറിയാം സാധാരണ നമ്മൾ ചെറിയ കൂനയാണ് എടുക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ വലിയ മൺകൂന എടുക്കുന്ന ഒരു രീതിയാണ് കൂടുതൽ കാച്ചിലിനെ സംബന്ധിച്ചോളം വിളവ് കൂടാനും അതുപോലെ തന്നെ ഇത് എന്തെങ്കിലും വെള്ളക്കെട്ടിനെ പ്രതിരോധിക്കാനും. നമുക്കറിയാം ഇതിൽ വെള്ളം ഒഴുകി പോകുന്ന ചാലുകള് ഈ പടത്തില് കാണാം. അതായത് കാച്ചിലിന് ഒട്ടും തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ, വരൾച്ചയെ നന്നായിട്ട് പ്രതിരോധിക്കും. പക്ഷെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ അതിനൊട്ടും അനുയോജ്യമല്ല. അപ്പൊ ആ രീതിയിലുള്ള നടീൽ രീതികളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ വരുത്തണം. പിന്നെ മറ്റൊന്ന് മിനി സെറ്റ് നടീൽ രീതി. അപ്പൊ മിനി സെറ്റ് നടീൽ രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം CTCRI ശ്രീകാര്യത്തുള്ള നമ്മുടെ അഭിമാന ആയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവര് അതിന്റെ മിനി സെറ്റ് നടീൽ രീതി വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് നമുക്ക് കുറഞ്ഞ അളവില് നമുക്ക് പ്ലാന്റിംഗ് മെറ്റീരിയൽ, നടീൽ വസ്തുക്കൾ കുറഞ്ഞ അളവിൽ നമുക്ക് മതി. അതുപോലെ കൂടുതൽ നടീൽ വസ്തു ഉപയോഗിക്കാം. സാധാരണ ഉദാഹരണം നമ്മൾ ചേനയിലാണെങ്കിൽ നടീൽ വസ്തു, ശുപാർശ ചെയ്യപ്പെടുന്ന നടീൽ വസ്തു എന്ന് പറഞ്ഞാൽ 750 മുതൽ 1 കിലോ വരെ തൂക്കമാണ് നടീൽ വസ്തുവിന് പറയുന്നത്. പക്ഷെ ഈ മിനി സെറ്റ് രീതിയിലാണെങ്കിൽ 100 മുതൽ 250 ഗ്രാം വരെ തൂക്കമുള്ള നടീൽ കസ്, അത് ഏകദേശം 500 ഗ്രാം വരെ ആയി പോയാലും കുഴപ്പമൊന്നുമില്ല. അത് പയ്യെ മുറിച്ചെടുത്ത് മുകൾ വശത്തേക്ക് വരത്തക്കവണ്ണം നടാവുന്നതാണ്. അപ്പം ഈ ചേന പോലുള്ള സാധാരണ നമുക്കറിയാം 1 കിലോയാണ് വരുന്നത്. ഏകദേശം ഒരു 12 ടണ്ണെങ്കിലും നമുക്ക് നടീൽ വസ്തു ചേനയിൽ 1 ഹെക്ടറിലേക്ക് വേണ്ടി വരും. 12 ടൺ എന്ന് പറയുമ്പോൾ അതിന്റെ വില തന്നെ ഒരുപാടാവും. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ചേന എന്ന് പറഞ്ഞാൽ 1 കിലോ ചേന നമ്മൾ നടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് ഒരു 4, 5, 6 ഒക്കെ കിലോ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും.
പക്ഷെ ഈ 6 കിലോ തൂക്കമുള്ള ചേന നമുക്ക് കിട്ടുമ്പോഴും കടയിൽ നമ്മൾ അതിന്റെ വിപണനത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉപഭോക്താക്കൾ പ്രിഫർ ചെയ്യുന്നത്, അവര് കൂടുതൽ വാങ്ങുന്നത് ഒരു ചെറിയ ചേന കഷ്ണം ഹോളായിട്ട്, അതായത് അവർ മുറിച്ച് വാങ്ങാൻ പലരും, പ്രത്യേകിച്ച് വീട്ടമ്മമാര്, നമ്മൾ കടയിൽ ചെന്ന് പച്ചക്കറി വാങ്ങുന്ന ആൾക്കാര്, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാര് ചെല്ലുമ്പോൾ മുറിച്ച് വാങ്ങുന്ന ചേനയോട് വലിയ താല്പര്യം കാണിക്കാറില്ല. കാരണം അത് വെച്ചാല് പെട്ടെന്ന് അത് ഉണങ്ങിപ്പോവും, ചീത്തയാവും, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ചെറിയ ഒരു ചേന മുഴുവനായിട്ട് കിട്ടുവാണെങ്കിൽ അത് തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മള് വരാറുണ്ട്. അപ്പൊ ഈ 100 ഗ്രാം 150 ഗ്രാം 200 ഗ്രാം ഒക്കെ തൂക്കമുള്ള ചെറിയ കഷ്ണങ്ങൾ വളർത്തുമ്പോൾ നമുക്ക് ചെറിയ ചേനകൾ കിട്ടും. ഇനി നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഉൽപാദന നഷ്ടമുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പറയുന്ന ഒരു 60/60 എന്നുള്ള ഒരു ഇടയകലം അല്പം കുറച്ച് 60/45 ആക്കിയാൽ നമുക്ക് കൂടുതൽ ചെടികൾ അതിൽ 1 ഹെക്ടറിൽ വളർത്താം. അപ്പൊ ഈ നമുക്ക് ഓരോ ചേനയിൽ നിന്നും കിട്ടുന്ന തൂക്കത്തിന്റെ ആ നഷ്ടം നമുക്ക് ചെടിയുടെ എണ്ണം കൂടുന്നത് കൊണ്ട് നമുക്കത് മേക്കപ്പ് ചെയ്യാം. പിന്നെ മാർക്കറ്റിൽ ചെന്നാൽ അങ്ങനെ ഒരു ആനച്ചേനയേക്കാൾ അതിൽ നിന്ന് മുറിച്ചെടുക്കുന്നതിനേക്കാളെ ചെറിയ തൂക്കമുള്ള ചേനയാണെങ്കിൽ ഇന്നത്തെ ഒരു ന്യൂക്ലിയർ ഫാമിലി പ്രിഫർ ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. അപ്പൊ അങ്ങനെയുമുള്ള ചില ഒരു ഗുണങ്ങൾ ഇതിനുണ്ട്. പിന്നെ കർഷകനെ സംബന്ധിച്ചോളം കുറച്ച് പ്ലാന്റിംഗ് മെറ്റീരിയൽ, അതായത് അതിന് നടിയിൽ വസ്തു കുറച്ച് മതി. പിന്നെ കാച്ചിലിനാണെങ്കിൽ ഇത് ചെയ്യേണ്ടത്, കിഴങ്ങ് ഒരു സിലിണ്ടറിന്റെ ആകൃതിയിൽ 5 സെന്റിമീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കിയ ശേഷം ഈ ഡിസ്കുകൾ കുറുകെ മുറിച്ചിട്ട് 4 കഷ്ണമാക്കണം. പിന്നെ ഈ മിനി സെറ്റ് എല്ലാം ചാണകലായനിയിൽ മുക്കി അരമണിക്കൂർ തണലത്ത് ഉണക്കിയ ശേഷം നഴ്സറിയിൽ നടണം. ഇത് നഴ്സറി നട്ടിട്ട് ഏകദേശം ഒരു 2 മുതൽ 6 ആഴ്ചക്ക് ശേഷം പ്രധാന നിലത്തേക്ക് ഒരു നമുക്ക് വരമ്പുകൾ എടുത്തിട്ട് റിഡ്ജസ് എടുത്ത് അത് ഒരു 1 മീറ്റർ അകലത്തിൽ വരമ്പുകൾ എടുത്തിട്ട് ഒരു 50 സെന്റിമീറ്റർ അകലത്തിൽ ഓരോ ചെടിയും നടാം. ഞാനൊരു പടവും കാണിച്ചിട്ടുണ്ട് എങ്ങനെ കട്ട് ചെയ്യണമെന്നുള്ളത്. ഇത് ചേന കട്ട് ചെയ്യുമ്പോൾ മുറിക്കുമ്പോൾ അതിന്റെ മധ്യഭാഗത്തുള്ള മുകുളം, ഇതാണ് അതിന്റെ മധ്യമുകുളം എന്ന് പറയുന്നത്. ഇതാണ് ഇത് വരത്തക്ക വിധത്തിൽ വേണം കട്ട് ചെയ്യാൻ. അതായത് കണ്ടില്ലേ, അത് മൂളത്തോട് കൂടിയാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുക. അതുപോലെ ഇത് കാച്ചിലാണെങ്കിൽ കുറുകെ മുറിച്ച ശേഷം പിന്നെ അത് ക്രോസ് ആയിട്ട് 4ആയിട്ട് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ചാണക ലായനിയിൽ മുക്കി വെച്ച് അല്പം ഒന്ന് ഉണക്കി അത് നടാവുന്നതാണ്. ഇനി ഇനങ്ങളുടെ പ്രത്യേകത, എങ്ങനെയുള്ള ഇനങ്ങളാണ്? അപ്പം ഞാൻ പറഞ്ഞു, കിഴങ്ങുവർഗ വിളകൾക്ക് ഈ പറഞ്ഞ ചേന, ചേമ്പ്, ഇതിനൊക്കെ പ്രകൃത്യാ തന്നെ ഇതിന് കാലാവസ്ഥ ഒരു വ്യതിയാനത്തെ പ്രതിരോധിക്കാനുള്ള അത്ഭുതശേഷിയുള്ള വിളകളാണ്. ഇനി അതുകൂടാതെ കീടരോഗ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ കൃഷി ചെയ്യുക, അങ്ങനെയുള്ള ഇനങ്ങൾ ലഭ്യമാണെങ്കിൽ, പലതിനും ലഭ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഇനങ്ങൾ ആ ഒരു രോഗം അല്ലെ കീടം ഒരുപാട് ഉണ്ടെന്ന് നമുക്ക് തോന്നിയാൽ അത് അങ്ങനെയുള്ള ഇനങ്ങളെ തെരഞ്ഞു പിടിച്ച് കൃഷി ചെയ്യാം. ഉദാഹരണത്തിന് ചേമ്പ് നല്ല ഒരു വിളയാണ്. ഇതില് ചേമ്പ് കൃഷിക്കാർ അവര് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇലകരിച്ചിലാണ്. അതായത് ചേമ്പ് നമ്മൾ വളർത്തി നന്നായിട്ട് വരുമ്പോഴായിരിക്കും അതിന്റെ ഇലകൾ മുഴുവൻ ഉണങ്ങി കരിഞ്ഞ് അതൊരു കുമിൾ രോഗമാണ് അത് അങ്ങനെ പോകുന്നത്. അത് വ്യാപകമായിട്ട് വൻതോതിൽ കൃഷിനാശം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഈ ഇലകരിച്ചിലിന് ടോളറന്റ് ആയിട്ട് അല്ലെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഇനങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്. മുക്തകേശി എന്ന് പറയുന്ന ഒരു ഇനം ഇലകരിച്ചിലിന്, ഇത് റെസിസ്റ്റന്റ് ആണ് ഇലകരിച്ചിലിന്. അത് അനുഭവമുള്ളതാണ്, കൃഷി ചെയ്ത് നോക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അഥവാ ഇനി ഇലകരിച്ചിലിന്റെ എന്തെങ്കിലും പ്രാഥമിക ലക്ഷണങ്ങൾ കണ്ടാലും അത് വലുതായിട്ട് അത് വരത്തില്ല, അത് പടരത്തില്ല, അങ്ങനെ തന്നെ അങ്ങ് പോകും. പിന്നെ അതുപോലെ തന്നെ ഈ മുക്തകേശി ഇനം മുഞ്ഞ, ദശിൻ മൊസൈക്ക്, കട്ട്വേം, ഇത് ചില കീടങ്ങളാണ്. ദശിൻ മൊസൈക്ക് ഒരു ഡിസീസാണ്. കട്ട്വേം, പിന്നെ മുഞ്ഞ, ഇതിനൊക്കെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഊതവർണ്ണ കാച്ചിൽ അഥവാ വെള്ളക്കാച്ചില് അഥവാ ഗ്രേറ്റർ യാമില് ശ്രീ സ്വാതി എന്ന് പറഞ്ഞുകൊണ്ട്, ഈ ശ്രീ എന്ന് പറയുന്ന വെറൈറ്റികളിലൊക്കെ CTCRI ഉണ്ടാക്കുന്നതാണ്, പുറത്തു വരുന്നതാണ്. പക്ഷെ മുക്തകേശിയും ഒരു CTCRI വെറൈറ്റിയാണ്. ഇവിടെയല്ല, CTCRI ഒറീസ, അവർക്കൊരു ഒറീസയിൽ ഒരു കേന്ദ്രമുണ്ട്, അവിടെ നിന്നും പുറത്തിറങ്ങിയ ഒരു ഇനമാണ് മുക്തകേശി. അതുകൊണ്ട് അതിന് ശ്രീ എന്നുള്ള പേര് അതിനകത്ത് വരാത്തത്. ശ്രീ സ്വാതി എന്ന് പറയുന്നത് അത് ആന്ത്രാക്നോസ്, ചില ഇലപ്പൊട്ട് രോഗം ഈ കാച്ചിൽ ഉണ്ടാകാറുണ്ട്, അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന, അതിനെ പ്രതിരോധിക്കുന്ന ഒരു ഇനമാണ് ശ്രീ സ്വാതി. പിന്നെ ചേനയിലാണെങ്കിൽ ചേനയിൽ ഒരുപാട്
ഇനങ്ങളുണ്ട്. നമ്മുടെ ഏരിയയിലൊക്കെ ഗജേന്ദ്ര വളരെ കോമൺ ആണ്, അത് നല്ല ഇനമാണ്. ശ്രീ പത്മ, കോളർ അഴുകൽ അങ്ങനെ ഒരു പ്രശ്നം ഉള്ള പ്രദേശങ്ങളിൽ ശ്രീ പത്മ എന്ന് പറയുന്ന ചേന കൃഷി ചെയ്യുന്നതാണ് കൂടുതൽ അനുയോജ്യം. അത് ഇതുപോലെ തന്നെ അത് മൊസൈക്കിനും കൂടുതൽ നമുക്ക് പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട് ഈ ഇനം. ഇതില് പല ഇനങ്ങളും CTCRAയിൽ ലഭ്യമാണ്. പിന്നെ അതുപോലെ തന്നെ വരൾച്ചയും വെള്ളക്കെട്ടിനെയും ചെറുക്കുന്ന ഇനങ്ങൾ നാച്ചുറലി തന്നെ അതിനൊക്കെ ഉണ്ടെങ്കിൽ പോലും ചില ഇനങ്ങള് പ്രത്യേകിച്ച് വരൾച്ച പ്രതിരോധ ശേഷി ഉണ്ട് എന്നുള്ള പരീക്ഷണങ്ങളിൽ തെളിഞ്ഞിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് ആഫ്രിക്കൻ കാച്ചിൽ അഥവാ ഡയസ്കോറിയ റോട്ടൻഡേറ്റ, അതിൽ ശ്രീപ്രിയ, ശ്രീ ശുഭ്ര, ഈ രണ്ടും ശ്രീ വെറൈറ്റീസ് CTCRA എന്നുള്ളതാണ്. വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ളതാണ്. പിന്നെ ചേമ്പിൽ പനിസാരു 1, 2 ഇത് ഇങ്ങനെയുള്ള ഇനങ്ങള് CTCRA കിഴങ്ങുവർഗ്ഗ ഗവേഷണ കേന്ദ്രം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് പുരയിടങ്ങളിൽ, അതുപോലെ താഴ്ന്ന നിലങ്ങളിൽ, അത് പെട്ടെന്ന് വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ, അതുപോലെ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ, ഈവൻ ചതുപ്പ് നിലങ്ങളാണെങ്കിൽ പോലും ഈ ഇനങ്ങള് പനിസാരു 1, പനിസാരു 2 ഈ 2 ഇനങ്ങളും കൃഷി ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേറെ ചില പ്രത്യേകതയുള്ള ഇനങ്ങള് നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. ഊതവർണ്ണ കാച്ചിൽ അഥവാ ഡയസ്കോറിയ അലേറ്റയില് ശ്രീ കീർത്തി എന്ന് പറയുന്ന ഒരു വെറൈറ്റി. ഇത് തണല് നല്ലപോലെ നമുക്ക് കൃഷി ചെയ്യാം. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇടവിളയായിട്ട് ഈ വെറൈറ്റി തെങ്ങിൻ തോപ്പിലും വാഴയുടെ ഇടയിൽ പോലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. ശ്രീ കീർത്തി എന്ന് പറയുന്ന ഊതവർണ്ണ കാച്ചിൽ അഥവാ വെള്ളക്കാച്ചിൽ. ഇനി ആഫ്രിക്കൻ കാച്ചിലാണെങ്കിൽ ശ്രീ പ്രിയ എന്ന് പറയുന്ന ഒരു ഇനമുണ്ട്. ഇത് തണലിൽ അനുയോജ്യമാണ്. അതുപോലെ തന്നെ ഇടവിളയായിട്ട് തെങ്ങിൻ തോപ്പിലും വാഴക്കിടയിലും കൃഷി ചെയ്യാം. പിന്നുള്ളത് ആഫ്രിക്കൻ കാച്ചിൽ ശ്രീ ധന്യ എന്ന് പറയുന്ന ഒരു ഇനമുണ്ട്. അപ്പൊ ഈ ശ്രീ ധന്യക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു കുള്ളൻ ഇനമാണ്. ഇനി സാധാരണ നമ്മൾ കാച്ചിൽ കൃഷി ചെയ്യുമ്പോൾ അതിനൊരു ഊന്ന് അല്ലെങ്കിൽ ഒരു കയറ് കെട്ടി അതിലേക്ക് പടത്താറുണ്ട്. ഇങ്ങനെ ഊന്ന് ഇതിന് ആവശ്യമില്ല. അതേസമയം ചെറിയ ഇടയകലത്തിലും വളർത്താം. അതായത് നമ്മളിപ്പം വാഴയാണെങ്കിലും മറ്റു വിളകളാണെങ്കിലും കൃഷി ചെയ്യുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഊന്നും കൂടെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഇനം നമുക്ക് ഇടയകലത്തില് കൃഷി ചെയ്യാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇനങ്ങളാണ് ഇനി നമുക്ക് വരും കാലങ്ങളിൽ നമ്മള് തെരഞ്ഞെടുക്കേണ്ടത്, നമ്മുടെ കാലാവസ്ഥയിലുള്ള വ്യതിയാനം മനസ്സിലാക്കി. ഇനി നമുക്ക് വളപ്രയോഗം, ഞാനിത് ശുപാർശ ചെയ്ത രാസവളപ്രയോഗമാണ്. ഇതേക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇത് കാർഷിക സർവകലാശാല ശുപാർശ ചെയ്തിട്ടുള്ള രാസവളപ്രയോഗമാണ്. ഇനി ഇത് കൊടുക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഞാൻ ഇനി അടുത്ത സ്ലൈഡിൽ പറയാം. ഇതിന്റെ അളവാണ് 80, 60, 80 എന്ന് പറഞ്ഞാല് 80 കിലോ നൈട്രജൻ, 60 കിലോ ഫോസ്ഫറസ്, 80 കിലോ പൊട്ടാഷ് അങ്ങനെ നൽകണം എന്നാണ് പറയുന്നത്. അത് വെള്ളക്കാച്ചിൽ, അത് ഊതവർണ്ണക്കാച്ചിൽ. അതുപോലെ ജൈവവളം ഒരു 15 ടണ്ണെങ്കിലും ജൈവവളം 10 മുതൽ 15 ടണ്ണ് ഒരു ഹെക്ടറിന് നൽകണം. അത് വളം കൊടുക്കുന്നത് എല്ലാ സാധാരണ വിളകളെ പോലെയല്ല, അടിവളമായിട്ട് കൊടുക്കുന്നതിന് പകരം ഊതവർണ്ണക്കാച്ചില്, നനകിഴങ്ങ്, ആഫ്രിക്കൻ കാച്ചില്, ചേന തുടങ്ങിയ വിളകൾക്ക് മുളച്ച് കഴിഞ്ഞാണ് കൊടുക്കുന്നത്. അപ്പൊ മുളയ്ക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും, 2-3 ആഴ്ച എടുക്കും. അത് കഴിഞ്ഞാണ്. അത് ചേമ്പിലാണെങ്കിൽ ചിലപ്പോൾ 45 ദിവസമൊക്കെ മുളയ്ക്കാനായിട്ട് എടുക്കും. അപ്പൊ അത് കഴിഞ്ഞ ശേഷമാണ് ആദ്യത്തെ ഡോസ് വളം കൊടുക്കുന്നത്. പിന്നെ 1 മാസം കഴിഞ്ഞ് ബാക്കി നൈട്രജനും പൊട്ടാഷും കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ശീമച്ചേമ്പിലാണെങ്കിൽ നടുമ്പോൾ തന്നെ പൂർണ്ണതോതിൽ ഫോസ്ഫറസ് കൊടുക്കുക. പിന്നെ അതുപോലെ പച്ചില വിത്തുകള് ഇടയകലത്തില് വിളയ്ക്കണം, അതുപോലെ വിതയ്ക്കുക. പിന്നെ അതുപോലെ 1 മാസത്തിന് ശേഷം നൈട്രജൻ ജീവാണുവളം 10 ഗ്രാം ഓരോ ചെടിക്കും. പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം 2, 4, 6 മാസത്തിന് ശേഷം ബാക്കി നൈട്രജനും പൊട്ടാഷും 3 തവണയായിട്ട് കൊടുക്കും. ഇത് ശുപാർശ ചെയ്ത രാസവള പ്രയോഗമാണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ 3 കാര്യങ്ങൾ കാണുന്നുണ്ട്: നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഇതൊരളവ് മാത്രമാണ്. പക്ഷെ ഈ അളവുകളിലുപരി മറ്റൊരു പ്രാധാന്യം ഈ വളപ്രയോഗത്തിന് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് മാറിയ കാലാവസ്ഥയിൽ. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ പറഞ്ഞു, നടീൽ വസ്തുക്കള് ഡോർമൻസി ബ്രേക്ക് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞു. മറ്റ് ചാണകം, വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ കലർത്തിയ മിശ്രിതത്തിൽ 5 ഗ്രാം ട്രൈക്കോഗ്രാമ, അതായത് 1 കിലോ വിത്തിന്, ഈ ചേമ്പാണെങ്കിലും ചേനയാണെങ്കിലും ഒക്കെ കാച്ചിലാണെങ്കിലും 1 കിലോ വിത്തിന് ഒരു 5 ഗ്രാം ട്രൈക്കോഗ്രാമ ചേർത്ത് അതിൽ ഈ കലക്കിയ മിശ്രിതത്തിൽ നടീൽ വസ്തു ഒരു അരമണിക്കൂറോ മറ്റോ മുക്കി വെച്ച ശേഷം തണലിൽ ഉണക്കി നടാം. അപ്പൊ അത് കുമിൾ രോഗങ്ങളെ, അഴുകൽ പോലുള്ള കുമിൾ രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് സഹായിക്കും.
അത് നിർബന്ധമായിട്ടും നമ്മൾ ചെയ്തിരിക്കണം. കാരണം നമുക്കറിയാം എപ്പോഴാണ് മഴ പെയ്യുന്നത്, എപ്പോഴാണ് അന്തരീക്ഷത്തിൽ ആർദ്രത കൂടുന്നത്, ഇതൊന്നും നമുക്ക് ഇനിയുള്ള കാലത്ത് നമുക്കത് പ്രവചിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അതിനെ മുൻകൂട്ടി കണ്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ വളപ്രയോഗം, ഞാൻ നേരത്തെ പറഞ്ഞ അളവ് വളപ്രയോഗം ചെയ്യുന്ന അതിനു മുമ്പ് ചെയ്യേണ്ട ഒരു കാരണം നിങ്ങളുടെ തോട്ടത്തിലെ മണ്ണ് പരിശോധിക്കുക. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രം വളപ്രയോഗം നടത്തുക. ആവശ്യമില്ലാത്ത രാസവള പ്രയോഗം നടത്താതിരിക്കുക. അതുപോലെ അതായത് മണ്ണിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങളുടെ അളവിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം വളപ്രയോഗം നടത്തുക. ഫോസ്ഫറസ് അധികമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മുഴുവൻ അളവ് ഫോസ്ഫറസ് കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ധനനഷ്ടവും സംഭവിക്കും. മണ്ണിൽ ഫോസ്ഫറസ് ആവശ്യമില്ലാതെ ബിൽഡപ്പ് ഉണ്ടാവും, അതായത് അത് വർദ്ധിക്കും, വിളകൾക്ക് പ്രയോജനവും കിട്ടില്ല. അപ്പൊ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രം വളപ്രയോഗം നടത്തുക. അതുപോലെ തന്നെ വളങ്ങൾ സന്തുലിതമായിട്ട് നടത്തണം. അതായത് നൈട്രജൻ അടങ്ങിയ യൂറിയ, ഫോസ്ഫറസ് അടങ്ങിയ ആണെങ്കിൽ നേർവളങ്ങൾ, കഴിയുന്നതും നേർവളങ്ങൾ തന്നെ ഉപയോഗിക്കുക. അതായത് ഇപ്പൊ ബോൺ മീൽ ആണെങ്കിലും സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ആണെങ്കിലും പൊട്ടാഷ് അടങ്ങിയ പ്രധാന വളം എന്ന് പറയുന്ന നമുക്കറിയാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് ആണ്, അല്ലെങ്കിൽ പൊട്ടാസ്യം സൾഫേറ്റും നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോൾ ഈ സന്തുലിതമായിട്ട് ചെയ്യുക. അതായത് ഒരു വളം കൂടെ നൈട്രജൻ കൂടുതൽ പൊട്ടാഷ് കുറവ് ഇങ്ങനെ ഒരിക്കലും നൽകല്. ഒരേ രീതിയിൽ തന്നെ ശുപാർശ ചെയ്ത അളവുകൾ ചെയ്യണം. ഏതെങ്കിലും ഒരു വളം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കുറയ്ക്കരുത്. അഥവാ കുറയ്ക്കുകയാണെങ്കിൽ അതിനോടൊപ്പം നൽകുന്ന വളങ്ങളും അതിനനുസരിച്ചിട്ട് ഉള്ള വ്യത്യാസം വരുത്തണം. പ്രത്യേകിച്ച് നൈട്രജൻ നൽകുമ്പോൾ പൊട്ടാഷ് കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് ശ്രദ്ധ നൽകേണ്ടതാണ്. പിന്നെ നല്ല വരൾച്ചയുള്ള കാലാവസ്ഥയാണ്, മഴ കിട്ടുന്നേ ഇല്ല, പക്ഷെ വളം കൊടുക്കണം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു മറ്റൊരു വഴിയായിട്ട് നമുക്ക് പത്രപോഷണം അഥവാ ഫോളിയർ ന്യൂട്രീഷൻ വഴി വളങ്ങൾ നൽകാവുന്നതാണ്. മണ്ണിൽ കൊടുക്കാൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇന്ന സമയത്ത് മഴയെ ആശ്രയിച്ചാണ് നമ്മൾ കിഴങ്ങുവർഗ വിളകളൊക്കെ കൃഷി ചെയ്യുന്നത്. പക്ഷെ മഴ എപ്പം വരും, കൃത്യമായിട്ട് ഇന്ന സമയത്ത് ഇന്ന സീസണിൽ പെയ്യുമോ എന്ന് പറയാൻ പറ്റാത്ത കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഈ കാലത്ത് നമ്മൾ വളപ്രയോഗം മണ്ണ് വരണ്ട് കിടക്കുന്നു. ജലസേചനം നമ്മൾ സാധാരണ കൃഷി ഇതൊക്കെ മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നവയാണ്. അപ്പൊ നമുക്ക് വളം കൊടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് വളം ചെയ്യേണ്ട അങ്ങനെ വിചാരിക്കരുത്. അത് പത്രപോഷണം വഴി നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് 3 മൂലകങ്ങളും നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഈ 3 മൂലകങ്ങളും അടങ്ങിയ വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ ലഭ്യമാണ്. ഉദാഹരണമായിട്ട് ഓൾ 19 അഥവാ 19. ഇത് ഒരു 0.5% വീര്യത്തില് 1-2 തവണകളായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അത് ഏത് കിഴങ്ങുവർഗ വിളകളാണെങ്കിലും നമുക്ക് നൽകാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മണ്ണിലെ മറ്റൊരു പ്രധാന കാരണം, മണ്ണ് പരിശോധിക്കുമ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ ഒരു 90% മണ്ണും അമ്ലത്വ ഗുണമുള്ളതാണ്. ഈ അമ്ലത്വം കുറയ്ക്കാനായിട്ട് കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് നൽകേണ്ടതാണ്. അതിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ച നേരരുത്. കാരണം ഈ കുമ്മായം അഥവാ ഡോളമൈറ്റിന്റെ അഭാവം കൊണ്ട് തന്നെ ഒരുപാട് ഉൽപാദനം കുറയുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാം. പിന്നെ അതുപോലെ തന്നെ പൊട്ടാഷ് വളങ്ങൾ, കൃത്യമായിട്ട് പൊട്ടാഷ് വളങ്ങൾ നൽകുക. കാരണം പൊട്ടാഷിന് ചെടികളില് കീടരോഗ പ്രതിരോധ ശേഷി നൽകുന്നതിനും അതുപോലെ തന്നെ വരൾച്ചയെ പ്രതിരോധിക്കുന്നതിനുള്ള ചില ഘടകങ്ങൾ ഉണ്ടാക്കുന്നതിനും അതിനെ സഹായിക്കുന്നതിനുമുള്ള ശേഷിയുണ്ട്. അപ്പം നമ്മൾ വിപരീത കാലാവസ്ഥയിൽ നമ്മൾ പൊട്ടാഷ് വളങ്ങൾ കൃത്യമായിട്ട് നൽകുന്നതിനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം. അത് ചെയ്തിരിക്കണം. കാരണം അത് നിങ്ങളുടെ ചെടിയെ കീടരോഗബാധകളിൽ നിന്നും അതുപോലെ തന്നെ വരൾച്ചയിൽ നിന്നും രക്ഷിക്കാനായിട്ട് പൊട്ടാഷിന് പ്രത്യേകം കഴിവുണ്ട്. അത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മണ്ണില്, കേരളത്തിലെ മണ്ണില് മഗ്നീഷ്യം, ബോറോൺ, കാൽസ്യം ഇവയുടെ അളവ് പൊതുവെ കുറവാണ്. അതായത് മണ്ണ് നോക്കിയാൽ ഇപ്പൊ തിരുവനന്തപുരത്ത് നോക്കിയാൽ ഒരു 90% സ്ഥലങ്ങളിലും മഗ്നീഷ്യം വളരെ കുറവാണ്. ഈ മഗ്നീഷ്യം എന്ന് പറയുന്ന ഒരു മൂലകം ഈ കിഴങ്ങുവർഗ വിളകൾക്ക് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പാൽച്ചേമ്പ് പോലുള്ള ഒരു വിളകളിൽ മഗ്നീഷ്യം വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇത് മണ്ണ് പരിശോധിച്ച് ഇവയുടെ ഡെഫിഷ്യൻസി, ന്യൂനത കാണുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് നൽകണം. അത് ബോറോൺ ആണെങ്കിൽ നമുക്ക് ഹെക്ടറിന് ഒരു 10 കിലോ ബോറാക്സ് ആണ് ശുപാർശ ചെയ്യപ്പെടുന്ന ആ രീതിയിൽ നൽകാം. മഗ്നീഷ്യം ആണെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ് ഒരു മുളച്ചു, ഇത് കിഴങ്ങുവർഗ വിളകളായതുകൊണ്ട് മുളച്ചു വന്നു കഴിഞ്ഞിട്ട് 2-3 മാസത്തിനുള്ളിൽ നമുക്ക് ഒരു 20 കിലോ മഗ്നീഷ്യം സൾഫേറ്റ് നൽകാവുന്നതാണ്. ബോറോൺ വേണമെങ്കിൽ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സോയിൽ, ന്യൂനതയുള്ള സോയിൽ വേണമെങ്കിൽ നമുക്ക് പത്രപോഷണം വഴിയും
നൽകാവുന്നതാണ്. ഏകദേശം ഇപ്പോൾ 0.2% ബൊറോൺ, അത് സോലിബോർ എന്ന് പറയുന്ന ഒരു വളമായിട്ട് കിട്ടുന്നുണ്ട്. 0.2%, അതായത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള കണക്കിൽ കലക്കി നമുക്ക് തളിക്കാവുന്നതാണ്. ഇനി ജൈവ വളപ്രയോഗം ഈ കിഴങ്ങുവർഗ വിളകൾ, പ്രത്യേകിച്ച് കാച്ചില്, ചേമ്പ്, ചേന മുതലായ വിളകളിൽ ഏറ്റവും അനുയോജ്യമാണ്. അതായത് പല വിളകൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ജൈവ വളപ്രയോഗത്തിന് ഏറ്റവും വഴിപ്പെടുന്ന വിളകളാണ് ഈ പറഞ്ഞ വിളകൾ. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കാം? അതിനും കാരണമുണ്ട്. കാരണം ഈ നമ്മളിപ്പം ചർച്ച ചെയ്യുന്ന ഈ വിളകൾ എല്ലാം തന്നെ ഒരു 4 മാസത്തിൽ കൂടുതൽ കാലദൈർഘ്യമുള്ളതാണ്. അപ്പൊ അടിവളമായിട്ട് ജൈവവളങ്ങൾ നൽകുമ്പോൾ ജൈവവളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ മണ്ണിലേക്ക് ലഭ്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് കുറച്ച് സമയം പിടിക്കും. അത് മണ്ണിലുള്ള സൂക്ഷ്മജീവികൾ അത് ഭക്ഷണമായി ആഹരിച്ച് അതിൽ നിന്നാണ് അതിന്റെ പോഷക മൂല്യങ്ങളൊക്കെ മണ്ണിലേക്കും പിന്നെ അതുവഴി ചെടിയിലേക്കും എത്തുന്നത്. അപ്പൊ അതിന് അല്പസമയം കിട്ടും. അപ്പൊ ഹ്രസ്വകാലയിലുള്ള വിളകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ജൈവവള പ്രയോഗത്തിന്റെ പ്രയോജനം അത്ര കണ്ട് കിട്ടുന്നതല്ല. പക്ഷെ അല്പം കാലദൈർഘ്യമുള്ള വിളകളായ ഈ പറഞ്ഞ പോലുള്ള ചേമ്പ്, ചേന ഇതിനൊക്കെ ഒരു 5, 6, 7 മാസം, 8 മാസം, 9 മാസം ഒക്കെ പോകുന്നതാണ്. അപ്പൊ അവയിൽ നമ്മൾ ജൈവവള പ്രയോഗം ചെയ്യുമ്പോൾ ആ ചെടിയിൽ അത് പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തും, വിളയിൽ അത് പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താൻ പറ്റും. അതുപോലെ കള നിയന്ത്രണം, സാധാരണ നമ്മള് കിഴങ്ങുവർഗ വിളകളിൽ നമ്മൾ ഇത് ഹെർബിസൈഡ്സ് അല്ലെങ്കിൽ കളനാശിനികളിലൊന്നും തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ല. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കിഴങ്ങുവർഗ വിളകൾ നടുമ്പോൾ തന്നെ നിങ്ങൾ നട്ടു മുളച്ചു വരുമ്പോൾ പയറുവർഗത്തിൽ പെടുന്ന ചെടികൾ ഇടയകലത്തിൽ നമുക്ക് വളർത്താം. അത് ഒരുപാട് വലിയതൊന്നും വേണ്ട. സാധാരണ ലഭ്യമായ സാധാരണ പടരുന്ന പയർവർഗത്തിൽപ്പെട്ട ഏതെങ്കിലും ചെടി ഇടയകലെത്തിച്ചേക്കാം. ഒരു 45 ദിവസം ആകുമ്പോഴേക്കും ഇത് പയ്യെ ഇളക്കി ഇതിന്റെ മൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ജൈവാംശവും കൂട്ടുന്നു, കളയും നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ പടർന്ന് ആ ഇനിഷ്യൽ സ്റ്റേജിലാണ് ഇത്, അതായത് ആദ്യ ഘട്ടത്തിലാണ് ഇത് കളയും വിളയും തമ്മിലുള്ള ആ മത്സരം കൂടുതലുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇത് ചേനയില് പയർ ആവരണ വിള അഥവാ ഗ്രീൻ മാനുവർ, പച്ചില വളമായിട്ട് വളർത്തുന്ന രീതി ആണ് പറയുന്നത്. ഇത് പിന്നെ പറിച്ചത് മുട്ടിലേക്ക് ചേർത്ത് കൊടുക്കും. ഈ ചില ഇപ്പൊ നമ്മൾ ഉൽപാദനം വരെ കഴിഞ്ഞു. ഉൽപാദനാനന്തര പ്രവർത്തനങ്ങൾ പ്രതികൂല കാലാവസ്ഥയിൽ വളരെ പ്രാധാന്യമാണ്. വിളവെടുത്ത ശേഷം കിഴങ്ങുകള് അത് നമുക്ക് പല കിഴങ്ങുകളും നമുക്ക് ഒരാഴ്ച വെയിലിൽ ഉണക്കി സൂക്ഷിക്കാം. അത് ഈർപ്പമില്ലാത്ത നനവ് തട്ടാത്ത ഭാഗങ്ങളിൽ സൂക്ഷിക്കണം. പലതും നമുക്ക് ദീർഘകാലം സൂക്ഷിക്കാൻ അനുയോജ്യമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഇനി ഉൽപ്പന്ന മൂല്യവർദ്ധനം, വൈവിധ്യവൽക്കരണം. നമ്മൾ ഇപ്പം നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്ന ഈ വിളകളൊന്നും അത്ര നിസ്സാരക്കാരല്ല കേട്ടോ. കാരണം ഇവയിൽ പലതും നല്ല മാർക്കറ്റുകളിലൊക്കെ, അതായത് ഓൺലൈൻ മാർക്കറ്റുകളിലൊക്കെ നിങ്ങളൊന്ന് പരതി നോക്കിയാല് നല്ല വിലയാണ് ഉള്ളത്. ഇതിൽ നിന്നുള്ള മാവുകൾക്കൊക്കെ ടാരോ ഫ്ലോറ, ഇത് ആമസോണിൽ നിന്ന് എടുത്തതാണിത്. അപ്പം ഇതൊക്കെ ലോകം മുഴുവൻ ഇത് ലഭ്യമാണ്. ആമസോണിൽ കിട്ടുന്നൊക്കെ എല്ലാവർക്കും വാങ്ങാവുന്നതാണല്ലോ. ടാരോ ഫ്ലോർ, അതായത് നമ്മുടെ ചേമ്പിൽ നിന്നുള്ള മാവാണിത്. ടാരോ ഫ്ലോർ അത് പലതരത്തിലുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഇനി ഇത് വീഗൻ ഐസ്ക്രീം. ഈ വീഗൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, നിങ്ങൾക്കത് പരിചയമുണ്ടോന്ന് അറിയില്ല. അത് ഒരുതരം ഡയറ്റാണ്, അതായത് ഒരുതരം ശീലമാണ്. അതായത് നമ്മൾ വെജിറ്റേറിയൻ എന്ന് പറയും, പ്രകൃതിയുള്ള വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നത്. അപ്പൊ ഈ വീഗൻ എന്ന് പറഞ്ഞ ഈ വെജിറ്റേറിയനിസത്തിന്റെ അതിന്റെ ഒരു അങ്ങേയറ്റമുള്ള ഒരവസ്ഥയാണ്, അല്ലെ അങ്ങേയറ്റമുള്ള തത്വമാണ് വീഗനിസം എന്ന് പറയുന്നത്. കാരണം അതിലെന്ന് വെച്ചാൽ യാതൊരു വിധത്തിലുള്ള ആനിമൽസ്, അതായത് നമ്മുടെ മൃഗങ്ങളിൽ നിന്നുള്ള യാതൊരു വിധത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഈ വീഗനിസം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ, അതായത് വെജിറ്റേറിയനിസം പോലുള്ള ഒരു ഇസമാണ് ഈ വീഗനിസം എന്ന് പറയുന്നത്. അവർ ഉപയോഗിക്കുന്നതല്ല. ഉദാഹരണത്തിന് ഒരു ലെതർ ഉപയോഗിക്കത്തില്ല, കാരണം അത് തോലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പാൽ ഉപയോഗിക്കത്തില്ല, അതുപോലെ മുട്ട ഉപയോഗിക്കില്ല. വെജിറ്റേറിയൻസ് ആണ് പാൽ ഉപയോഗിക്കും, നമുക്കറിയാം. അപ്പൊ ഈ വീഗനിസം ലോകത്ത് ആഗോളതലത്തിൽ 4% ആൾക്കാർ ഈ വീഗനിസം ഫോളോ ചെയ്യുന്നവരാണ്, ഈ വീഗനിസം പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കും? പാലില്ലാതെ എങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കും? തീർച്ചയായിട്ടും ഉണ്ടാക്കാം. അതിനുള്ള റെസിപ്പീസ്, ഇങ്ങനെ തയ്യാറെടുക്കേണ്ട റെസിപ്പീസ്
വളരെ മുഖ്യമായിട്ടുള്ള പാചക ചാനലുകളിൽ അതുപോലെ തന്നെ അങ്ങനെയുള്ള മാധ്യമങ്ങളിലും ഒക്കെ ലഭ്യമാണ്. ഇത് നമ്മുടെ ചേമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു ഐസ്ക്രീമാണ്, ലഭ്യമാണ്. പല വിഭവങ്ങളെ ഈ കിഴങ്ങ് വർഗ വിളകൾ കൊണ്ട് തന്നെ ഈ വീഗനിസം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാര് അത് ഉണ്ടാക്കാറുണ്ട്, ലഭ്യവുമാണ്. പിന്നെ അതുപോലെ തന്നെ ചേന, ഇത് നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന പ്രോഡക്റ്റുകളാണ്. ഇത് ചേന കൊണ്ടുള്ള അച്ചാറ്, ചേന ഉപ്പേരി. അപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻസ് ഇതിന് നമുക്ക് സാധ്യതകളുള്ള വിളകളാണ്. നമ്മള് അതായത് അത് വിളവെടുത്താലും നമ്മളെ പിന്നെ സഹായിക്കുകയുള്ളൂ. അല്പം ഉൽപാദനം കൂടിപ്പോയി നമുക്ക് വിൽക്കാൻ പറ്റിയില്ല, പേടിക്കേണ്ട. അതിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും സാധ്യതയുണ്ട്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഇനി ഇത് ഞാൻ പറഞ്ഞു, കാച്ചിലിന്റെ ഒരുപാട് ഇനങ്ങള് മരുന്ന് അത് നാച്ചുറൽ ആയിട്ട് ആയുർവേദത്തിലോ പ്രകൃതി ചികിത്സയിലോ മാത്രമല്ല ഒഴിക്കുന്നത്. എന്നാൽ ഒന്നാന്തരം ഹോമിയോ മരുന്ന് ഉണ്ടാക്കാനായിട്ട് ഇത് വ്യാവസായികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് എന്താ പറയാ, ആമസോണിൽ കിട്ടുന്ന ഒരു ഹോമിയോ മരുന്നാണ്. ഉദര രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഹോമിയോ മരുന്ന്. അത് ഒരു പറഞ്ഞേക്കുന്നത് ഡയസ്കോറിയ വി മദർ ടിങ്ചർ. ഈ മദർ ടിങ്ചറിൽ നിന്നാണ് ഹോമിയോ മരുന്ന് ഉണ്ടാക്കുന്നത്. ഇതിന്റെ മദർ ടിങ്ചർ ആണ്. ഇത് അവൈലബിൾ ആണ്, ഹോമിയോ മെഡിസിൻ. ഇത് ജർമ്മൻ മെഡിസിൻ ആണ്. ഇത് ഡയസ്കോറിയ അഥവാ കാച്ചിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള ഇനി എന്താ പറയേണ്ട കിഴങ്ങുവർഗ വിളകളെ പറ്റി? കിഴങ്ങുവർഗ വിളകളെ പറ്റി ഇനി പറയാനാണെങ്കിൽ ഇത് പ്രകൃതി നമുക്ക് കാത്തുവെച്ചിട്ടിരിക്കുന്ന നിധികളാണ്. നിധികളും അമൂല്യ വസ്തുക്കളാണ്. അതായത് നമുക്ക് ഒരു ഭാഗത്തൂടെ പ്രകൃതി നമുക്ക് കോവിഡ് പോലുള്ള രോഗങ്ങള്, അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള ആഘാതങ്ങൾ, അതൊക്കെ നമ്മുടെ പ്രവൃത്തികളുടെ ശിക്ഷയായിട്ട് കൂട്ടിയാൽ മതി. അത് നൽകുമ്പോൾ നമുക്ക് എന്താ പറയാ, ഇങ്ങനെയുള്ള ശരിക്കും പറഞ്ഞ കിഴങ്ങുവർഗ വിളകളുടെ ഒരു കൃഷി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിത ശൈലിയില് ഇനി കൃഷി രീതിയിൽ മാറ്റം വരുത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കാനായിട്ട് ഈ വിളകൾക്ക് നമുക്ക് അതിനുള്ള ശേഷിയുണ്ട്. അതുപോലെ തന്നെ ഈ വിളകളുടെ കൃഷി ഇപ്പൊ നമ്മള് പല കൃഷിക്കാരും കിഴങ്ങുവർഗ വിളകൾ എന്ന് പറഞ്ഞാല് അതിന് വലിയ ഒരു പ്രാധാന്യം കൊടുക്കാറില്ല. അതുപോലെ തന്നെ പൊതുവെ കിഴങ്ങുവർഗ വിളകൾ കൃഷി ചെയ്യുന്ന ആൾക്കാരോട് ഒരല്പം എന്താ പറയാ, ഒരു ആദരവ് കുറവ് പോലെ എനിക്ക് പൊതുവെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. പക്ഷെ ഈ കോവിഡ് കാലം നമ്മളെ പലതും പഠിപ്പിച്ചു, അല്ലെ? ഇത് കുറച്ചു നാൾ മുമ്പ് നമുക്കറിയാം, മാസങ്ങൾക്ക് മുമ്പ് ലോക്ക്ഡൌൺ ആയിരുന്ന സമയത്ത് അന്ന് നമ്മുടെ കയ്യിൽ പൈസയുള്ളവനും കയ്യിൽ ധനവാനും അതുപോലെ തന്നെ ബാങ്കിൽ ലക്ഷങ്ങളുള്ള ആളും ഇതൊന്നുമില്ലാത്ത പൈസ ഇല്ലാത്ത ആൾക്കാരും ഒരുപോലെ അസൂയയോട് നോക്കിയ കുറച്ച് ആൾക്കാരുണ്ട്. അവരാരാണെന്നറിയോ? പറമ്പിൽ നിന്ന് ഒരു 10 മൂട് കപ്പയോ അല്ലെങ്കിൽ ഒരു 10 മൂട് ചേമ്പോ ചേനയോ പറിക്കാൻ ഉള്ള ഒരു സാധാരണ കിഴങ്ങ് കൃഷിക്കാരനെ, ഒരു കിഴങ്ങുവർഗ വിള കൃഷി ചെയ്യുന്ന ഒരു കർഷക സുഹൃത്തിനെ അല്പം പുറത്തു പറയുന്നില്ലെങ്കിലും അല്പം അസൂയയോടുകൂടെ തന്നെയാണ് ഞങ്ങളെ പോലുള്ള സാധാരണക്കാര് നോക്കിക്കൊണ്ടിരുന്ന. അതായത് അത് പൈസ ഉള്ള ആൾക്കാരും പൈസ ഇല്ലാത്തവരും. പൈസ ഉള്ള ആൾക്കാർ നോക്കുന്നതിന് കാര്യം എന്തായിരുന്നു? പൈസ ഉള്ള ആൾക്ക് കടകളൊക്കെ അടഞ്ഞു കിടന്നാലും ഇടയ്ക്കൊക്കെ സാധനങ്ങളൊക്കെ കിട്ടും. പക്ഷെ അത് പോയി മേടിക്കുന്നത് റിസ്ക് ആണ്. കാരണം ഇതെങ്ങനെ ഇത് പോയി വന്ന് നമുക്ക് അതിൽ നിന്നുള്ള കോണ്ടാക്ട് കൊണ്ട് അസുഖം വരുമോ എന്നുള്ള ഭീതിയോടായിരിക്കും കടയിൽ പോകുന്നത്. പലരും ഇപ്പോഴും ഭീതിയോടാണ് പോകുന്നത്. പണമില്ലാത്ത വ്യക്തിക്കാണെങ്കിൽ ഇത് പോയി വാങ്ങാനുള്ള ധനശേഷിയില്ല. പക്ഷെ 10 മൂട് കപ്പ പറിച്ചെടുക്കാനുള്ള ഒരാളെ സംബന്ധിച്ചോളം വളരെ മനസമാധാനത്തോടെ പറമ്പിലിറങ്ങി കിളച്ച് ആ കപ്പ എടുത്ത് വീട്ടില് വളരെ സമാധാനത്തോടു കൂടി ഒരു രോഗവും വരാനുള്ള സാധ്യത ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ മനസ്സിൽ അറിയാതെ തന്നെ ഒരു ആദരവ് തോന്നിയ കാലയളവാണ് ഇത്. അപ്പൊ ഇത് പറയുന്നത് എന്താ പറയാ, ഈ കിഴങ്ങുവർഗ വിളകൾ എന്ന് പറഞ്ഞ നമ്മുടെ കാലത്തിനനുസരിച്ചിട്ട് നമ്മള് മാറ്റം വരുത്തണം. അതിൽ നമ്മൾ ഏറ്റവും പ്രാമുഖ്യത്തോടെ കൈക്കൊള്ളേണ്ട, നമ്മൾ സ്വായത്തമാക്കേണ്ട ഒരു വിളയാണ്. ഭാവിയിൽ നമ്മുടെ പട്ടിണി, നമ്മുടെ ജീവിതം, മനുഷ്യ കുലം നിലനിൽക്കണോ വേണ്ടയോ, പട്ടിണി കൊണ്ട് മരിക്കണോ വേണ്ടയോ, അതൊക്കെ തീരുമാനിക്കാനുള്ള ഒരു ഓപ്ഷനാണിത്. അപ്പൊ ആ സമയത്ത് നമ്മളെ സഹായിക്കാനായിട്ട് പ്രകൃതി തന്നിരിക്കുന്ന വരദാനങ്ങളാണ് ഈ കിഴങ്ങുവർഗ വിളകള്. അതിനെ കൈക്കൊള്ളുക, സ്വായത്തമാക്കുക, കൃഷി ചെയ്യുക. ഇനി കൃഷി ചെയ്യാത്ത ആൾക്കാർ പോലും
ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കിഴങ്ങു വർഗ്ഗങ്ങൾ കൂടുതലായിട്ട് കൃഷി ചെയ്യണം. ഇത്ര മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നന്ദി. ഇത്രയും നേരം ഈ ക്ലാസ് കേട്ടുകൊണ്ടിരുന്നതിൽ